गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुकं गौडपदं महान्तं गोविन्दयोगीन्द्रमदास्य शिष्यं श्री अस्मद्गुरून् ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। ओम नमः परमऋषिभ्यो नमः परमऋषिभ्यः। നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭഗവത്ഗീത പഠന പരമ്പര ഇന്ന് 9ാം ക്ലാസ്സാണ്. മഹാഭാരത അവലോകനം 5ാമത്തെ ദിവസമാണ്. ഏവർക്കും സുസ്വാഗതം. മഹാഭാരതം ആദിപർവത്തിലെ സംഭവ പർവം എന്ന ഭാഗത്തുള്ള പാണ്ഡവ ഉൽപ്പത്തി, കൗരവ പാണ്ഡവ ഉൽപ്പത്തി അതുവരെയുള്ളതായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും ഉൽപ്പത്തിയും അവരുടെ വിവാഹവും അതിനെക്കുറിച്ച് നമ്മളൊരുവിധം ചർച്ച ചെയ്തു. അവിടേക്കുണ്ടായിട്ടുള്ള എന്തൊക്കെയാണ്
സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചത്, അഥവാ അധർമ്മത്തിൻ്റെ ഏതൊക്കെ നിഴലുകളാണ് ആ കഥകളിൽ അവരുടെ ഉൽപ്പത്തിയിലാണെങ്കിലും അതല്ലെങ്കിൽ അവരുടെ വിവാഹ കാര്യത്തിലാണെങ്കിലും ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഇനി ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും മക്കളായ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഇന്നലെ പറഞ്ഞു, പാണ്ഡു വളരെ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ദിഗ്വിജയം നടത്തിയ കഥയൊക്കെ സൂചിപ്പിച്ചു. ഹസ്തിനപുര സിംഹാസനം അദ്ദേഹം വളരെ വിപുലമാക്കി, സാമ്രാജ്യത്തെ വളരെയധികം വിപുലമാക്കിയ ഒരു മഹാനായ രാജാവ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് കാമം എന്നുള്ളതായിട്ടുള്ള വികാരത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണവും. ആ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. അദ്ദേഹം നായാട്ടിന് പോയപ്പോൾ ഒരു മാൻ ഇണകൾ ദാമ്പത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അമ്പെയ്ത് അതിൽ പെൺമാനിനെ വധിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ ആൺമാൻ അതാരായിരുന്നു, അതൊരു ഋഷിയായിരുന്നു എന്നും ആ ഋഷി ഇദ്ദേഹത്തെ ശപിച്ചതും അങ്ങേക്ക് ദാമ്പത്യത്തിൽ ഏർപ്പെടാൻ കഴിയാതെ പോകട്ടെ, അഥവാ ദാമ്പത്യത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ അങ്ങേക്ക് മരണം സംഭവിക്കട്ടെ, സ്ത്രീ സംഘം ഉണ്ടാവുകയാണെങ്കിൽ അത് മരണകാരണമാകട്ടെ എന്നുള്ളതായിട്ടുള്ള ഒരു ശാപം പാണ്ഡുവിനെ കിട്ടി. ഈ ശാപം കിട്ടിയതായിട്ടുള്ള പാണ്ഡു വളരെയധികം ദുഃഖിതനായി, ജീവിതത്തിൽ നിന്ന് തന്നെ വിരക്തനായി, അദ്ദേഹത്തിന് ജീവിതത്തിൽ കൊതിയില്ലാതായി, സിംഹാസനത്തിൽ യാതൊരു താല്പര്യവുമില്ലാതായി, രാജ്യഭാരം നോക്കി നടത്തുന്നതിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാതായി. അങ്ങനെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു വിരക്തഭാവത്തിൽ അദ്ദേഹം തൻ്റെ ഭാര്യമാരായ കുന്തിയോടും മാദ്രിയോടും പറയുന്നു, ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്, വാനപ്രസ്ഥം സ്വീകരിച്ച് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിരക്തി സമയത്ത് അദ്ദേഹം ഭാര്യമാരോട് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഭാര്യമാര് പറയുന്നു, അങ്ങനെ പോകാൻ പറ്റില്ല, ഞങ്ങളും ഉണ്ട് കൂടെ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാര്യമാരും ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ തയ്യാറാവുകയും അങ്ങനെ ആ കാട്ടിലേക്ക് പോക്ക് വാനപ്രസ്ഥ സന്യാസ ജീവിതം എന്നുള്ളതിനേക്കാൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വനവാസമായി മാറ്റുകയാണ്. കുറച്ചു കാലം ഒന്ന് വിട്ടു നിൽക്കാൻ, രാജ്യഭാരങ്ങളിൽ നിന്നും അതുപോലെയുള്ളതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വിശ്രമിക്കാനായിക്കൊണ്ട് പോകാനായിട്ടുള്ളൊരു യാത്രയാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ ഭാര്യമാരുമായിട്ട് അദ്ദേഹം പോകുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ തൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വിതുരനെയാണ് രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുന്നത്. അതേസമയം തന്നെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രൻ അന്ധനാണ്, അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല, അദ്ദേഹത്തോട് സിമ്പതിയുണ്ട്. അനുജനായിട്ടുള്ള പാണ്ഡുവിന് ജ്യേഷ്ഠനോടൊരു സിമ്പതിയുണ്ട്. ആ സിമ്പതി വെച്ചുകൊണ്ട് ഏട്ടനോട് പറഞ്ഞു, ഏട്ടനും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവണം, ഒന്ന് നോക്കണം എന്ന് ഏട്ടനോടും ഒന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കും പോലെ. വാസ്തവത്തിൽ അതാണ് ഏറ്റവും വലിയ അബദ്ധമായത്. ആ ജ്യേഷ്ഠനോടുള്ള മമത അത് സിമ്പതിയായി
ഭരണകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഒരു അവസരമാക്കിയെടുത്ത് പാണ്ഡു കാട്ടിലേക്ക് പോകുമ്പോൾ ഈ ധൃതരാഷ്ട്രൻ പതുക്കെ ഭരണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം വാസ്തവത്തിൽ കണ്ണു കാണാത്ത ആളാണ്, ഭരണം നിർവഹിക്കാൻ അർഹനല്ല, സ്വതന്ത്രനല്ല, അദ്ദേഹം പരവശനാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജ്യത്തോടുള്ളതായിട്ടുള്ള കൊതി അദ്ദേഹത്തെ പതുക്കെ സിംഹാസനത്തിലേക്ക് നയിക്കുകയാണ്. ഇതിന് മൂകസാക്ഷിയായി നിൽക്കുകയാണ് നമ്മുടെ ഭീഷ്മ പിതാമഹൻ. അദ്ദേഹം അതിനെല്ലാം കൂട്ടുനിൽക്കുന്നുണ്ട്. വിതുരനാണ് പ്രധാനമന്ത്രി എന്നുള്ളതായിട്ട് നിലയ്ക്ക് ഭരണകാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതെങ്കിലും അധികാരം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ആജ്ഞാപിക്കുന്നത് അല്ലെങ്കിൽ രാജാവായി തൽക്കാലം ഭരണം നിർവഹിക്കുന്നത് ധൃതരാഷ്ട്രായി. അങ്ങനെ പാണ്ഡു വനത്തിലേക്ക് പോയി. വനത്തിൽ വളരെ കാലം 2 ഭാര്യമാരുമായി ഒരു വിശ്രമ ജീവിതം, ഒരു വിരക്തനായിട്ടുള്ളൊരവസ്ഥയിൽ പാണ്ഡു നയിക്കുന്നുണ്ട്. പാണ്ഡുവിൻ്റെ ഈ ശാപത്തെക്കുറിച്ച് പാണ്ഡു തന്നെ ഭാര്യമാരോട് പറഞ്ഞു. തനിക്ക് ഭാര്യമാരുമായിട്ടുള്ള ദാമ്പത്യം അനുവദനീയമല്ല, അഥവാ അങ്ങനെ ചെയ്താൽ തനിക്ക് മരണം സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡു തന്നെ തൻ്റെ ഭാര്യമാരോട് പറയുകയാണ്, നമ്മൾക്ക് ഈ രാജ്യ സിംഹാസനത്തിന് അവകാശികളായി രാജകുമാരന്മാർ വേണം, അനന്തരാവകാശികൾ വേണം. അതിന് ഏതെങ്കിലും പോംവഴികൾ നോക്കണം. അതിന് എൻ്റെ സമ്മതത്തോടുകൂടി ഏതെങ്കിലും ദിവ്യപുരുഷന്മാരെയോ ബ്രാഹ്മണരെയോ അതുപോലെ നിയമം അനുവദിക്കുന്നതായിട്ടുള്ള അവരുടെ അന്നത്തെ ധർമ്മശാസ്ത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പരശുരാമന്റെ കാലം, പരശുരാമന്റെ എന്താ പറയുക, ക്ഷത്രിയ ഉന്മൂലന കാലത്ത് നിയമങ്ങളൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട്. പുരുഷന്മാർ, ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകൾക്ക് സഹോദരന്മാരിൽ നിന്ന്, ഭർത്തൃ സഹോദരന്മാരിൽ നിന്നോ മറ്റു ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണരിൽ നിന്നോ ഒക്കെ ഗർഭാധാനം ചെയ്യാം എന്നുള്ളതായിട്ടുള്ള ആ നിയമ ഭേദഗതികൾ നിലവിലുള്ള കാലമാണ്. അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് പാണ്ഡു തൻ്റെ ഭാര്യമാരോട് ഇങ്ങനെ ഏതെങ്കിലും നിയമപ്രകാരമുള്ളതായിട്ടുള്ള വഴിക്ക് ഗർഭം സ്വീകരിക്കാനായിക്കൊണ്ട് ആവശ്യപ്പെടുന്നത്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കുന്തിദേവി തനിക്ക് കിട്ടിയിട്ടുള്ള വരത്തെക്കുറിച്ച് പാണ്ഡുവിനോട് അവതരിപ്പിക്കുന്നത്. കുന്തിയുടെ വരത്തിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ശൂരസേനന്റെ മകളായി ജനിച്ച് കുന്തിഭോജന്റെ വളർത്തു മകളായി വളർന്ന ആ കുന്തി 11-12 വയസ്സുള്ള കാലത്താണ് ആ കുന്തി ദേശത്ത് ദുർവാസാവ് മഹർഷി കുന്തിഭോജന്റെ അതിഥിയായിട്ട് വന്ന് ആ കൊട്ടാരത്തിൽ കുറച്ചു ദിവസം താമസിക്കുന്നു. അപ്പോൾ ഈ ദുർവാസാവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ചില ഉത്തരവാദിത്വങ്ങൾ കുന്തിദേവിക്ക്, കൊച്ചുകുട്ടിയായ കുന്തിദേവിക്ക് ആ രാജാവ് ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ, ദ്രവ്യങ്ങളൊക്കെ, പൂക്കൾ മുതലായതൊക്കെ ഒരുക്കി കൊടുക്കാനും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ. അങ്ങനെ മിടുക്കിയായിരുന്ന കുന്തിദേവി 11 വയസ്സ് 12 വയസ്സ് പ്രായമുള്ള കുമാരി ദുർവാസാവ് മഹർഷിയെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധാപൂർവം ഭക്തിപൂർവം ശുശ്രൂഷിച്ചു. 1 വർഷത്തോളം ദുർവാസാവ് മഹർഷി അവിടെ താമസിച്ചു, ആ അന്തരീക്ഷത്തിൽ താമസിച്ചു എന്നാണ്. കുന്തിഭോജന്റെ അതിഥിയായിട്ട് താമസിച്ചു എന്നും അദ്ദേഹത്തിന് ഈ 1 വർഷത്തോളം ഈ കുന്തിദേവിയുടെ ശുശ്രൂഷ വളരെയധികം തൃപ്തികരമായിരുന്നു. അപ്പോൾ ദുർവാസാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോപമൂർത്തിയാണ്, രുദ്രന്റെ അംശമാണ്, മഹാദേവന്റെ അംശത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ള ആളാണ്. മഹാദേവന്റെ കോപം മുഴുവൻ പ്രകടമായിട്ടുള്ളൊരു ഒരു മൂർത്തിയാണ് ദുർവാസാവ്. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ശുശ്രൂഷിക്കണമെങ്കിൽ, യാതൊരു കുറവുമില്ലാതെ ശുശ്രൂഷിക്കണമെങ്കിൽ എത്ര
സാമർഥ്യമുള്ള കുട്ടിയായിരുന്നിരിക്കണം ആ 11 വയസ്സുള്ള കുട്ടി എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത്രയും നന്നായിട്ട് ശുശ്രൂഷിച്ചതിൽ സന്തുഷ്ടനായിട്ടുള്ള ദുർവാസാവ് ഈ ദേവിക്ക് ഭാവിയിൽ ഇതുപോലെ ചില ആവശ്യങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട്, അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്, മഹാനാണ്. അതുകൊണ്ട് ഭർത്താവിൽ നിന്നുള്ള ഗർഭ ആദാനം സ്വീകരിക്കാനുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ഇവളിലൂടെ ദിവ്യന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും ദീർഘദൃഷ്ടിയായ ത്രികാലജ്ഞാനിയായ ദുർവാസാവ് ഈ കുന്തിദേവിക്ക് ഒരു വരം കൊടുക്കുകയാണ്. നീ ആഹ്വാനം ചെയ്താൽ ഏത് ദേവന്മാരും നിനക്ക് സന്താനങ്ങളെ നൽകും, നിന്നെ വന്ന് അനുഗ്രഹിക്കും. അങ്ങനെ ദേവന്മാരുടെ സന്തതികൾ നിനക്ക് പുത്രന്മാരായിട്ട് ഉണ്ടാകാനുള്ളതായിട്ടുള്ള ഒരു വരം ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ദുർവാസാവ് അനുഗ്രഹിച്ച് അദ്ദേഹം പോയി. അദ്ദേഹം പോയതായിട്ടുള്ള സന്ദർഭത്തിൽ കൊച്ചുകുട്ടിയായിരുന്ന ആ കുന്തിയുടെ ചാപല്യം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബാലചാപല്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു കൗതുകം കൊണ്ട്, കൗതൂഹലം എന്ന് തന്നെ വ്യാസൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബാലമതിയായ കുന്തിയുടെ കൗതൂഹലം കൊണ്ട് ഉദിച്ചുയരുന്നതായിട്ടുള്ള സൂര്യഭഗവാനെ കണ്ടപ്പോ ഒന്ന് ആഹ്വാനം ചെയ്യാൻ തോന്നി, ഈ മന്ത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തോന്നി. ആ ദുർവാസാവ് കൊടുത്തതായിട്ടുള്ള മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സൂര്യഭഗവാനെ തൻ്റെ സവിധത്തിലേക്ക്, തൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുന്ന ആ മന്ത്രം ചൊല്ലി. അത് വലിയ അപകടമായി മാറി. ആ മഹർഷിയെ അവിശ്വസിക്കേണ്ടിയിരുന്നില്ല, അദ്ദേഹം കൊടുത്ത മന്ത്രത്തെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ ആ കുട്ടിയുടെ അപക്വത കൊണ്ട്, ചാപല്യം കൊണ്ട്, കൗതൂഹലം കൊണ്ട് സൂര്യഭഗവാനെ ക്ഷണിച്ചതായിട്ട് സമയത്ത് സൂര്യഭഗവാൻ അതിതേജസ്വിയായിട്ടുള്ളൊരു ദേവനായി കവചകുണ്ടലങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ദേവി കൊച്ചുകുട്ടിയാണ്, തൊഴുതുകൊണ്ട് സൂര്യഭഗവാനോട് പറഞ്ഞു, ഞാൻ അറിയാതെ പറ്റിയ അബദ്ധമാണ്, ഞാൻ പരീക്ഷിച്ചു നോക്കിയതാണ്, എൻ്റെ കൗതൂഹലം കൊണ്ട് ദുർവാസാവ് മഹർഷിയുടെ വരത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് തിരിച്ചു പോയാലും എന്ന് പറഞ്ഞപ്പോൾ സൂര്യഭഗവാൻ പറഞ്ഞു, ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് വന്ന ആളാണ് ഞാൻ, എനിക്ക് വന്ന കാര്യം നടത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ, എന്നിൽ നിന്ന് അങ്ങയ്ക്ക്, കുന്തി ദേവിക്ക് ഒരു സന്തതി ഉണ്ടാകും, വളരെ തേജസ്വിയായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടാകും, പക്ഷെ ആ കന്യകാത്വം നഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് സൂര്യഭഗവാൻ അന്തർധാനം ചെയ്തു. അപ്പോഴാണ് നമ്മുടെ കുന്തി ദേവി അകാലത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ 12 വയസ്സിലാണ് തൻ്റെ മൂത്ത പുത്രനെ പ്രസവിച്ചത്. നമുക്കെല്ലാം അറിയാം, അത് കർണൻ എന്നതായിട്ടുള്ള സൂര്യപുത്രൻ, അതിതേജസ്വിയായിട്ടുള്ള കുട്ടി. അപ്പോഴാണ് ഈ കുന്തിയുടെ ധാത്രിമാരായിട്ടുള്ള സ്ത്രീകള് ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടി, കാരണം വിവാഹിതയല്ലാത്ത അവിവാഹിതയായ കുമാരിയായ കുന്തിക്ക് സന്തതി ഉണ്ടാകുന്നത് അത് അപമാനമാണ്, രാജാവിന് അപമാനമാണ്, രാജ്യത്തിന് അപമാനമാണ്. രാജകുമാരി അവിഹിത ഗർഭം ധരിച്ചു എന്നേ പറയുള്ളൂ, ഗർഭമായിട്ട് ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഈ കുട്ടിയെ ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് ധാത്രിമാരുടെ പ്രേരണ കൊണ്ട് ആ കുന്തി തനിക്കുണ്ടായ മൂത്ത സന്തതിയെ ഒരു സുരക്ഷിതമായ പെട്ടിയിലാക്കി ഗംഗയിൽ ഒഴുക്കി കളഞ്ഞതും, പിന്നീട് ഹസ്തിനപുരത്തെ സാരഥിയും കുതിരകളെ നോക്കുന്ന ആളുമായിട്ടുള്ള അതിരഥൻ എന്ന ആ എന്താ പറയുക സൂതവംശം എന്ന് പറഞ്ഞാൽ കുതിരകളെ നോക്കുന്ന ആളുകളാണ്, തേരാളികളും കുതിരകളെ പാലിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സൂതവംശത്തിൽ പിറന്നതായിട്ടുള്ള അതിരഥൻ തനിക്ക് കുട്ടികളെ കിട്ടാതെ, കുട്ടികളില്ലാതിരുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം കുതിരകളെ കഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഗംഗയിൽ ഒലിച്ചു വരുന്നതായിട്ടുള്ള ആ പേടകം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു ചേരുകയും അദ്ദേഹത്തിന്റെ പത്നിയായ രാധ ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിരിക്കുന്നതായിട്ടുള്ള, അവർക്ക് ഈശ്വരൻ കൊടുത്തതായിട്ടുള്ളൊരു നിധിയെ പോലെ അവർ രണ്ടുപേരും അത് സ്വീകരിക്കുകയും അങ്ങനെ രാധേയനായി, അല്ലെ, കൗന്ദേയനായി ജനിച്ച കർണൻ രാധേയനായി വളരുന്ന കഥ എല്ലാവർക്കും അറിയാം.
അധിരഥൻ എന്ന സൂതന്റെ പുത്രനായി. അദ്ദേഹം ആ സൂത കുടുംബത്തിൽ, തേരാളിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, കുതിരകളെ മേയ്ക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിലാണ് പിന്നെ വളരുന്നത്. ആ കൊച്ചുകുട്ടി വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ തേജസ്, അദ്ദേഹത്തിന് ജന്മനാ തന്നെ സൂര്യഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ള ശരീരത്തോട് ചേർന്നതായിട്ടുള്ള ഒരു പടച്ചട്ടയുണ്ടായിരുന്നു, ഒരു കവചം. അതുപോലെ തന്നെ നല്ലോണം ജ്വലിക്കുന്നതായിട്ടുള്ള ഒരു കുണ്ടലം, കർണകുണ്ടലങ്ങൾ. അപ്പൊ ആ കവച കുണ്ടലങ്ങൾ സൂര്യഭഗവാന്റെ അനുഗ്രഹമായിരുന്നു. ഒരു പ്രൊട്ടക്ഷൻ, കുട്ടിക്ക് എന്താ പറയുക, ഒരു ചിരഞ്ജീവിയായിരിക്കാനുള്ള അനുഗ്രഹമായിരുന്നു. അതോടുകൂടി തേജസ്വിയായിട്ടുള്ള ആ കുമാരൻ വളരുന്നതും, പക്ഷേ അച്ഛൻ്റെ ആ തൊഴിലിനോട് യാതൊരു താല്പര്യമില്ലാതിരുന്ന ആ കുട്ടിക്ക് ആയുധവിദ്യയിലായിരുന്നു ഏറ്റവും താല്പര്യം. നല്ലൊരു ക്ഷത്രിയ കുമാരനെ പോലെയാണ് ആ കുട്ടിയുടെ സ്വഭാവം. അങ്ങനെയാണ് ആ കുട്ടി വിദ്യാഭ്യാസത്തിനായിക്കൊണ്ട് പലരോടും സമീപിക്കുന്നതും. ദ്രോണാചാര്യ അടുത്ത് പോയിട്ട് ദ്രോണാചാര്യ വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുന്നതും, പിന്നീട് പരശുരാമന്റെ അടുത്ത് ചെന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നതുമായിട്ടുള്ള കഥയൊക്കെ നമുക്ക് അറിയാം. ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ പരശുരാമന്റെ അടുത്ത് ചെന്ന് താൻ ക്ഷത്രിയനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്യുന്നത്. കാരണം പരശുരാമൻ ക്ഷത്രിയന്മാരോട് വിരോധമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ക്ഷത്രിയന്മാർക്ക് അങ്ങനെ വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കില്ലായിരുന്നു. അങ്ങനെ പരശുരാമന്റെ ശിഷ്യനായി കർണൻ വളർന്നു വരുന്നതും, എല്ലാ വിദ്യകളും പരശുരാമനിൽ നിന്ന് അഭ്യസിക്കുന്നതും, പിന്നീട് ഒരു ദിവസം ആ പരശുരാമൻ ഗുരു ശിഷ്യന്റെ മടിയിൽ തലവെച്ച് മയങ്ങുന്നതായിട്ടുള്ള സമയത്ത്, ഉച്ചനേരത്ത് മയങ്ങുന്നതായിട്ടുള്ള സമയത്ത്, ഇന്ദ്രൻ ഒരു വണ്ടിന്റെ രൂപത്തിൽ വന്ന് ഈ കർണന്റെ തുടയിൽ വളരെ ആഴത്തിൽ മുറിവുണ്ടാക്കുകയും ആ മുറിവിൽ നിന്ന് രക്തം ധാരയായി ഒഴുകുകയും ചെയ്തപ്പോഴും തന്റെ ഗുരു ഉണരരുത് എന്ന് കരുതി ആ ഗുരുവിനെ ഉണർത്താതിരിക്കാൻ വേണ്ടി ബലം പിടിച്ച് രക്തം കണ്ടിട്ടും യാതൊരു ചലനവുമില്ലാതെ വീരനായിട്ടുള്ള ആ കർണൻ ഇരുന്നതും, ആ രക്തത്തിൽ കുളിച്ച് നനഞ്ഞ് പരശുരാമൻ ഉണർന്നു കണ്ടപ്പോൾ ഇവൻ ഒരു സൂതനോ ബ്രാഹ്മണനോ അല്ല, ഇവൻ ക്ഷത്രിയനാണ് എന്ന് പരശുരാമനോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. കാരണം ഇവന്റെ സ്വഭാവം ഒരു ക്ഷത്രിയന്റെ സ്വഭാവമാണ്. ഒരു ക്ഷത്രിയന് മാത്രമേ രക്തം കണ്ടാലും ഒരു കുലുക്കവുമില്ലാതെ ഇങ്ങനെ ധീരനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവൻ ക്ഷത്രിയനാണ് എന്ന് സാക്ഷാൽ പരശുരാമൻ തന്നെ വിളിച്ചു പറഞ്ഞു. നീ ക്ഷത്രിയനായിരുന്നിട്ട് എന്നെ വഞ്ചിച്ചുകൊണ്ട് നീ എന്നിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്തു. അതുകൊണ്ട് നീ പഠിച്ച വിദ്യകളൊന്നും നിനക്ക് പ്രയോജനപ്പെടാതെ പോകട്ടെ, നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്നും തോന്നാതെ പോകട്ടെ എന്നൊരു ശാപവും കൂടി കൊടുത്തിട്ടാണ് പരശുരാമൻ അവിടുന്ന് കർണനെ പറഞ്ഞു വിട്ടത് എന്നുള്ളതായിട്ടുള്ള കഥയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ കർണൻ എന്ന പുത്രന്റെ കഥ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു മൂത്ത പുത്രൻ ഈ കുന്തി ദേവിക്ക് ഉണ്ടായതും പിന്നീടാണ് പാണ്ഡുവുമായിട്ടുള്ള വിവാഹം നടക്കുന്നതും. ഇപ്പോ പാണ്ഡുവിൽ നിന്ന് പുത്രന്മാരുണ്ടാവില്ല എന്നുള്ളതായിട്ടുള്ള ഈ ഒരു സന്ദർഭം വന്നപ്പോൾ കുന്തി ദേവി തനിക്ക് കിട്ടിയതായിട്ടുള്ള, ദുർവാസാവ് മഹർഷിയിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഈ ഒരു ദിവ്യമായിട്ടുള്ള വരത്തെക്കുറിച്ച് അറിയിക്കുന്നതും. എനിക്കിങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിൽ വന്ന് താമസിച്ചതായിട്ടുള്ള സമയത്ത് ഒരു വരം തന്നിട്ടുണ്ട്, അതിനെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാം. നമ്മുടെ വംശത്തിലേക്ക് തേജസ്വികളായിട്ടുള്ള കുമാരന്മാരുണ്ടാകാൻ ദേവന്മാരെ നമുക്ക് വിളിച്ചു വരുത്തി സന്താന ഉൽപാദനം ചെയ്യാം, അത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ പാണ്ഡുവിന് വളരെ സന്തോഷമായി. അങ്ങനെ പാണ്ഡുവിന്റെ സമ്മതപ്രകാരം ആദ്യം ഈ കുന്തിദേവി സാക്ഷാൽ യമധർമ്മ രാജാവിനെയാണ് സ്മരിക്കുന്നത്, ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ധ്യാനിക്കുന്നത്. ആ സന്ദർഭത്തിൽ യമധർമ്മ രാജാവ് അവിടെ പ്രത്യക്ഷമാകുന്നതും ആ യമധർമ്മനിൽ നിന്ന് മൂത്ത പുത്രനായി ധർമ്മപുത്രൻ, പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും മൂത്ത പുത്രനായി ധർമ്മപുത്രൻ, ധർമ്മരാജാവിന്റെ പുത്രനായി ധർമ്മപുത്രൻ എന്ന യുധിഷ്ഠിരൻ ജനിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പാണ്ഡുവിന്റെ ആഗ്രഹം പോരാ, ഒരു കുട്ടി കൂടി വേണം എന്നാവശ്യപ്പെടുന്നു.
അതിനും കുന്തി സമ്മതിച്ചു. കുറെ കൂടി ശക്തനായിട്ടുള്ള ഒരാൾ വേണം, ഇയാൾ വളരെ ധർമ്മിഷ്ഠനായിരിക്കും, യോഗ്യനായിരിക്കും, നല്ല ഭരണാധികാരിയായിരിക്കും, എന്നാലും കുറെ കൂടി ശക്തനായിട്ടുള്ള കായിക ബലമുള്ളതായിട്ടുള്ള ഒരു പുത്രനെ എനിക്ക് വേണം. അതിന് വായു ഭഗവാനെ സ്മരിക്കൂ, ആ വായു ഭഗവാനിൽ നിന്നുള്ള ഒരു പുത്രനെ വേണം എന്ന് പാണ്ഡുവിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് കുന്തിദേവി വായുദേവനെ ആവഹിക്കുന്നതും വായുദേവനിൽ നിന്ന് ഗർഭം ധരിച്ച് ഭീമസേനൻ എന്ന പുത്രനെ ദേവി പ്രസവിക്കുന്നതും. അപ്പൊ ആ വായു ഭഗവാന്റെ കരുത്ത് മുഴുവൻ ആവഹിച്ചുകൊണ്ടുള്ള ഒരു പുത്രനാണ് ഭീമസേനൻ. ഇതേ സന്ദർഭത്തിലാണ് കൊട്ടാരത്തില് നമ്മുടെ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും സന്തതികൾ ഇല്ലാതിരുന്നതും പിന്നീട് വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് ഗാന്ധാരി വ്യാസന്റെ പ്രാർത്ഥനകളും അനുഗ്രഹവും കൊണ്ട് ഗർഭം ധരിക്കുന്നതും ആ ഗർഭം പ്രസവിക്കാതെ ചിരകാലം ഗർഭത്തിൽ തന്നെ ഇരിക്കുന്നത് കാരണമായിട്ട് ഗാന്ധാരി വളരെയധികം ആകാംക്ഷയോടുകൂടി, കാരണം കുന്തിദേവി പ്രസവിച്ചിട്ടുണ്ടാവും കാട്ടില്, ഇവിടെ ഈ സിംഹാസനത്തില് മൂത്ത പുത്രനായിട്ട് തനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്നുള്ളതായിട്ടുള്ള അവരുടെ വ്യഗ്രത കാരണം ഈ തന്റെ ഗർഭത്തെ വേഗം പ്രസവിക്കാനായിട്ട് വയറിനെ ഇടിച്ച് ഗർഭം സ്രവിക്കുന്നു. ആ ഗർഭം സ്രവിച്ചതൊരു മാംസപിണ്ഡമായി മാറുകയും ആ മാംസപിണ്ഡത്തെ പിന്നീട് വ്യാസൻ തന്നെ വന്ന് അനുഗ്രഹിച്ച് 100 കുടങ്ങളിലേക്ക് അതിനെ എന്താ പറയുക കഷ്ണങ്ങളായി ഛേദിച്ച്, മാംസപിണ്ഡത്തെ 100 കഷ്ണങ്ങളായി ഛേദിച്ച് 100 കുടങ്ങളിൽ നിക്ഷേപിച്ചു. ബാക്കി വന്നത് മറ്റൊരു കുടത്തിൽ നിക്ഷേപിച്ചു. അങ്ങനെയാണ് ഈ 100 കുടങ്ങളിൽ നിന്ന് പിന്നീട് ക്രമത്തിൽ ഓരോ ദിവസം ദുര്യോധനൻ, ദുശാസനൻ മുതലായിട്ടുള്ള ദൂ എന്ന് പേരിൽ ആരംഭിക്കുന്ന 100 പുത്രന്മാരും ദുശ്ശള എന്ന പേരിലുള്ളതായിട്ടുള്ള ഒരു കന്യകയും ഈ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും മക്കളായിട്ട് 100 പേരുണ്ടാകും, 101 പേര് ഉണ്ടാകുന്നത്. അപ്പോഴേക്കും ഇവിടെ ഭീമസേനൻ ദുര്യോധനനോടൊപ്പം തന്നെ, ഭീമസേനൻ ജനിക്കുന്ന സമയത്ത് തന്നെയാണ് ദുര്യോധനന്റെയും ജന്മം. അവർ രണ്ടുപേരും പ്രായം കൊണ്ട് തുല്യന്മാരാണ്. ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസം. ദുര്യോധനൻ മൂത്ത ആള് യുധിഷ്ഠിരൻ തന്നെ. അപ്പൊ എന്തെങ്കിലും ആ ഒരു ദായക്രമം അവകാശം ഉന്നയിക്കുകയാണെങ്കിലും യുധിഷ്ഠിരനെ കഴിച്ചേ ഉള്ളൂ അടുത്ത അവകാശി ദുര്യോധനൻ എന്ന് പറയാൻ. ഇനി ഭരണം നടത്തിയതില് ശ്രേഷ്ഠനായിട്ടുള്ള പാണ്ഡുവിന്റെ ആ എന്താ പറയുക സാമ്രാജ്യ വികസനം, അതിന്റെ അടിസ്ഥാനത്തിലും പാണ്ഡുപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ തന്നെയാണ് ഈ ഹസ്തിനപുര സാമ്രാജ്യത്തിന്റെ അടുത്ത അവകാശി. കഴിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അറിവിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇനി വരാൻ പോകുന്ന കാലത്ത് അവര് വളർന്നു വരുമ്പോൾ എല്ലാ ധർമ്മബോധത്തിന്റെ എല്ലാ ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിലും യോഗ്യനായിട്ടുള്ള രാജാവാകേണ്ടത് യുധിഷ്ഠിരൻ തന്നെയാണ്. അത് കാലം തെളിയിക്കും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പിന്നീട് പാണ്ഡു മൂന്നാമതും ഒരു സന്തതിയെ വേണമെന്ന്, അത് ഇന്ദ്രനെ പോലെ യോഗ്യനായിട്ടുള്ള ലോകം മുഴുവൻ പ്രശസ്തനായിട്ടുള്ള ഒരു പുത്രൻ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് കുന്തിദേവി വീണ്ടും തന്റെ മന്ത്രം ഉപയോഗിച്ച് സാക്ഷാൽ ഇന്ദ്രനിൽ നിന്ന് ഗർഭം ധരിച്ച് ഇന്ദ്രപുത്രനായിട്ടുള്ള, ഇന്ദ്രന്റെ അംശമായിട്ടുള്ള അർജുനനെ മൂന്നാമത്തെ പാണ്ഡവനായിട്ട് പ്രസവിക്കുന്നു. അങ്ങനെ 3 പുത്രന്മാരെ കുന്തിദേവിക്ക് ഉണ്ടായപ്പോ നമ്മുടെ മാദ്രിക്കും ആഗ്രഹമായി. മാദ്രിക്ക് സന്തതികളില്ല. അപ്പൊ മാദ്രി ഭർത്താവിനോട് പറഞ്ഞു, എനിക്കും വേണം. ജ്യേഷ്ഠത്തിയെ കൊണ്ട് പറഞ്ഞ് ജ്യേഷ്ഠത്തിയുടെ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എനിക്കും സന്തതികളെ ജനിപ്പിച്ചു തരണം, ദേവന്മാരെ ആവഹിക്കണം, ആ മന്ത്രം എനിക്കും കൂടി സഹായിക്കാനായിക്കൊണ്ട് ജ്യേഷ്ഠത്തിയോട് പറയണമെന്ന് പാണ്ഡുവിനോട് മാദ്രി നിർബന്ധിക്കുകയാണ്. അപ്പൊ പാണ്ഡു കുന്തിയോട് 4ാമതും ദേവന്മാരെ ക്ഷണിച്ചുകൊണ്ട് സന്തതി ഉണ്ടാക്കാൻ പറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ കുന്തിദേവി പറയും, ഇല്ല, 3 സന്തതികളാണ് ധർമ്മസന്തതികൾ, 4ാമത് കാമസന്തതിയാവും, അതുകൊണ്ട് എനിക്ക് വേണ്ട. അപ്പൊ കുന്തിദേവി വളരെ ധർമ്മനിഷ്ഠയുള്ളവരാണ്, നല്ല ധർമ്മബോധവും നല്ല അറിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ 3 സന്തതികൾ വരെയാണ് ധാർമ്മിക സന്തതികൾ. അത് കഴിഞ്ഞുള്ളതൊക്കെ കാമസന്തതികളാണ് എന്നുള്ളത് കൊണ്ട് തനിക്ക് വേണ്ട. തന്റെ ഭർത്താവിൽ നിന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അന്യപുരുഷന്മാരെ താൻ കാമിക്കുന്നത് 4ാമതും കാമിച്ചാൽ അത് കാമമായി മാറും.
ഇതുവരെ ഈ സിംഹാസനത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പിതൃക്കൾക്കുള്ളതായിട്ടുള്ള തർപ്പണാദികൾ ചെയ്യാനും സിംഹാസനം രക്ഷിക്കാനും പരമ്പരയെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഈ 3 ധാർമ്മികമായിട്ട് ജനിപ്പിച്ചത്. 4-മത്തത് ഞാൻ ജനിപ്പിക്കില്ല എന്ന് പറയുകയും അപ്പോഴാണ് എന്നാ മാദ്രിക്ക് കൊടുക്കുക അനുഗ്രഹം എന്ന് ആ സന്ദർഭത്തിൽ പാണ്ഡു കുന്തിയോട് ആവശ്യപ്പെടുന്നു. അത് പ്രകാരം പാണ്ഡുവിന്റെ നിർബന്ധപ്രകാരം കുന്തിദേവി തൻ്റെ ഈ മന്ത്രശക്തിയെ മാദ്രിക്ക് പങ്കുവയ്ക്കുന്നു. അപ്പൊ മാദ്രി ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കിയില്ല. ഒറ്റയടിക്ക് തന്നെ 2 കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി അശ്വിനി ദേവന്മാരെയാണ് മാദ്രി പ്രാർത്ഥിച്ചത്. തനിക്ക് ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോൾ ഒരാളെ പ്രാർത്ഥിക്കുന്നതിന് പകരം കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് 2 ദേവന്മാരെ ഒരുപോലെ പ്രാർത്ഥിച്ചു. അതാണ് അശ്വിനി ദേവന്മാര്. അവർ ഇരട്ടകളാണ്, നാസത്യൻ ദസ്രൻ എന്നിങ്ങനെ 2 പേര്. അവരെ പ്രാർത്ഥിച്ചതായിട്ടുള്ള സന്ദർഭത്തില് അവർ 2 പേരും വന്നു മാദ്രിക്ക് 2 സന്തതികളെയാണ് കൊടുത്തത്. അവരാണ് പിന്നീട് നകുലനും സഹദേവനുമായി തീരുന്നത്. മാദ്രിക്ക് പിന്നെയും കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പാണ്ഡുവിനോട് പറഞ്ഞു, കുന്തിയോട് ജ്യേഷ്ഠത്തിയോട് ഇനിയും റെക്കമെൻഡ് ചെയ്യാനായിക്കൊണ്ട് പാണ്ഡു പറഞ്ഞു നോക്കി. പക്ഷേ കുന്തി സമ്മതിക്കുന്നില്ല. കാരണം ഇവൾ അതിസാമർത്ഥ്യം കാണിക്കുക. ഒരു ദേവനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ 2 ദേവന്മാരെ വിളിച്ച് 2 സന്തതികൾ ജനിച്ചു കഴിഞ്ഞു. ഇനിയും അവൾക്ക് വേണമെന്ന് പറയുന്നത് അവൾക്ക് അവളുടെ മാതാമഹന്മാർക്കൊക്കെ ക്രിയ ചെയ്യാൻ വേണമെങ്കിൽ അവൾക്കിപ്പോ 2 മക്കളായി. പാണ്ഡുവിന് വേണ്ട ക്രിയകൾ ചെയ്യാൻ, കർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് പാണ്ഡുവിന്റെ കടങ്ങൾ വീട്ടാൻ, പാണ്ഡുവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പാണ്ഡുവിന് നേരത്തെ തന്നെ 3 മക്കൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ 3 ഉം 2 ഉം 5 ആയി കഴിഞ്ഞു പാണ്ഡുവിന് മക്കള്. ഇവരുടെ മാതാമഹ പരമ്പരകൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് 2 പേരായി കഴിഞ്ഞു. ഇനിയുള്ളത് അധർമ്മമാണ്, അതുകൊണ്ട് വേണ്ട, ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് കുന്തി ദേവി മാദ്രിക്ക് വീണ്ടും സന്തതികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചപ്പോൾ കൊടുക്കുന്നില്ല. അങ്ങനെ 5 സന്തതികൾ പാണ്ഡുവിന്റെ നിർബന്ധപ്രകാരം ദേവന്മാരിൽ നിന്ന് ജനിച്ചു. ഇവരാണ് പാണ്ഡുവിന്റെ തന്നെ മാനസപുത്രന്മാരാണ്, പാണ്ഡുവിന്റെ തന്നെ ഇച്ഛപ്രകാരം ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർ പാണ്ഡവന്മാരാണ്. അന്നത്തെ നിയമപ്രകാരം അവർ പാണ്ഡുവിന്റെ മക്കൾ തന്നെയാണ്. വെറും ബീജദാതാക്കൾ മാത്രമാണ് ദേവന്മാർ. ബാക്കി എല്ലാം കൊണ്ടും അച്ഛൻ പാണ്ഡു തന്നെയാണ്. യാതൊരു സംശയവുമില്ല. പാണ്ഡുവിന്റെ എല്ലാ അവകാശങ്ങളും മക്കൾക്കും പെട്ടതാണ്. ഇന്നും ഇപ്പോ ദമ്പതികൾ സ്വന്തം കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ദത്തെടുക്കുകയാണെങ്കിൽ ആ ദത്തെടുക്കുന്ന കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ എല്ലാ സ്വത്തിലും അവകാശമുണ്ട്. നിയമപ്രകാരം എല്ലാ അവകാശങ്ങളും അവർക്ക് വന്നു ചേരും. അല്ലെ, ദത്തെടുത്ത കുട്ടികളാണ്. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അവർക്ക് അവകാശമുണ്ട്. കൊടുക്കില്ല എന്ന് പറയാൻ നിയമം അനുവദിക്കില്ല. അപ്പൊ അതുപോലെ അവകാശികളാണ്. അപ്പൊ ഇന്നത്തെ നിയമവും അത് അനുവദിക്കുന്നു. അതുപോലെ തന്നെ അന്നത്തെ നിയമത്തില് രാജാക്കന്മാർക്ക് അനുവദിച്ചിട്ടുള്ളതായിട്ടുള്ള വ്യവസ്ഥകളാണിതെല്ലാം. അപ്പൊ ഇങ്ങനെ കാട്ടിൽ വെച്ചാണ് ഈ 5 കുട്ടികളുടെ ജനനം, പാണ്ഡവന്മാർ 5 പേരുടെയും ജനനം. അങ്ങനെ ഈ കുട്ടികൾ കാട്ടിൽ തന്നെയാണ് വളരുന്നത്. അച്ഛനും അമ്മമാരും കാട്ടിൽ വെച്ച് ഈ കുട്ടികളെ വളർത്തുന്നു. അധികം താമസിയാതെ ഈ മാദ്രി പാണ്ഡുവിനോട് വളരെ ശൃംഗാരപരമായി പെരുമാറുകയും എപ്പോഴും മാദ്രിക്ക് ഭർത്താവിനോട് വല്ലാത്തൊരു പെരുമാറ്റ രീതിയാണ്. പക്ഷെ കുന്തിക്ക് അതിനോട് കരുതലുണ്ട്. കുന്തിക്കറിയാം തന്റെ ഭർത്താവ് ഇങ്ങനെ ഏതെങ്കിലും അബദ്ധത്തിൽ പെട്ടുകഴിഞ്ഞാൽ മരിക്കും, അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കും, അത് അനുവദിക്കരുത് എന്ന് കരുതി കുന്തി വാസ്തവത്തിൽ ഒരു കാവൽക്കാരിയെ പോലെ തന്റെ ഭർത്താവിനെ രക്ഷിക്കുകയായിരുന്നു. മാദ്രിയിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു. മാദ്രി എന്ന കാമുകിയിൽ നിന്ന് തന്റെ ഭർത്താവിനെ, പാണ്ഡുവിനെ കാവൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു കുന്തി. പക്ഷെ എപ്പോഴോ കുന്തിയുടെ കണ്ണ് തെറ്റി. ആ സമയത്ത് മാദ്രിയും പാണ്ഡുവുമായിട്ട് ആലിംഗനബദ്ധരായിത്തീരുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ കാമമോഹിതനായിട്ടുള്ള പാണ്ഡു മാദ്രിയെ ആലിംഗനം ചെയ്തതായിട്ടുള്ള ആ സന്ദർഭത്തിലാണ് പാണ്ഡുവിന്റെ മരണം സംഭവിക്കുന്ന. ആ ഋഷിയുടെ ശാപം കൊണ്ട്. അങ്ങനെ ആ കാട്ടിൽ വെച്ച് പാണ്ഡു മരിച്ചു.
അകാലത്തിൽ മരണം സംഭവിച്ചു. ഈ സന്ദർഭത്തിൽ കുന്തി പാണ്ഡുവിനോടൊപ്പം തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുമ്പെടുന്നുണ്ട്. അപ്പോഴാണ് മാദ്രി ചേച്ചി ഏടത്തിയോട് പറയുന്നു, ഈ ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരൻ ഞാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ദേഹത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ പോകും, ഞാൻ മരിക്കും. ഇദ്ദേഹത്തിന്റെ ചിതയിൽ ഞാൻ സതി അനുവർത്തിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ ജ്യേഷ്ഠത്തി നോക്കണം. എൻ്റെ 2 കുട്ടികളെയും ജ്യേഷ്ഠത്തി നോക്കണം. ജ്യേഷ്ഠത്തിയുടെ 3 കുട്ടികളെയും ജ്യേഷ്ഠത്തി നോക്കണം. അങ്ങനെ 5 കുട്ടികളെയും ഈ കുന്തിയെ ഏൽപ്പിച്ച് മാദ്രി നിർബന്ധപൂർവം പാണ്ഡുവിൻ്റെ മൃത ശരീരത്തോടൊപ്പം കാട്ടിൽ വെച്ച് തന്നെ ആ ചിതയിൽ ചാടി സ്വന്തം ദേഹത്യാഗം ചെയ്യുകയാണ്. അപ്പോഴാണ് കുന്തിയിലെ ആ മാതാവ് നിവൃത്തിയില്ലായ്മ കൊണ്ട് തൻ്റെ എന്താ പറയുക പതിവ്രതാധർമ്മം വിട്ട് മാതൃധർമ്മം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ 3 മക്കളെയും അതിനേക്കാൾ സ്നേഹിച്ചുകൊണ്ട് പാണ്ഡുവിൻ്റെ ഇളയ മക്കളായ മാദ്രിയുടെ 2 മക്കളെ നകുല സഹദേവന്മാരെയും 5 പേരെയും ഒരുപോലെ ഏറ്റെടുത്ത് വളർത്തുന്നതായിട്ടുള്ള അവസ്ഥയുണ്ടാകുന്നത്. അങ്ങനെ ആ പാണ്ഡവന്മാരുമായി കുന്തി ദേവി പിന്നെയും കാട്ടിൽ തന്നെയാണ് കഴിയുന്നത്. തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കുന്തിക്കൊരു മടി. നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കുമോ? അവിടുത്തെ അവസ്ഥ എന്താണ്? കാരണം ഈ കുട്ടികളൊന്നും പാണ്ഡുവിൻ്റേതല്ല എന്ന് ലോകം അറിഞ്ഞു കാണും. അപ്പോഴേക്കും പാണ്ഡുവിൽ നിന്ന് ശാരീരിക ബന്ധത്തിലൂടെ ഉണ്ടായ കുട്ടികളല്ല, ദിവ്യഗർഭങ്ങളാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് പരിഹാസമുണ്ടാകാം. അവിടെയുള്ളവർ സ്വീകരിക്കാതിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഭയം കുന്തിയുടെ ഉള്ളിലുണ്ടായിക്കൊണ്ട് കുന്തി നാട്ടിലേക്ക് തിരിച്ചു പോകാതെ കാട്ടിൽ തന്നെ ചിരകാലം വസിക്കുന്നുണ്ട്. ഈ കുട്ടികളെ കാട്ടിൽ വെച്ച് ഏകയായി ദേവി വളർത്തുന്നു. പക്ഷെ വനവാസികളായിട്ടുള്ള ബ്രാഹ്മണര്, സന്യാസിമാര്, ഋഷീശ്വരന്മാര് അവരുടെയൊക്കെ നല്ല സഹായം കുന്തിക്കുണ്ടാവുന്നു. അവരുടെയൊക്കെ മേൽനോട്ടത്തിലാണ് ഈ കുട്ടികൾ വളരുന്നത്. അങ്ങനെ പാണ്ഡവന്മാര് വനത്തിൽ വെച്ച് തന്നെ ബാല്യത്തിൽ തന്നെ വേണ്ടതായിട്ടുള്ള കുറെ നന്മകൾ, കുറെ ഗുണങ്ങൾ, കുറെ വിദ്യാഭ്യാസമൊക്കെ ഈ പറഞ്ഞ ഋഷീശ്വരന്മാരിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ആർജിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും നാട്ടില് ചർച്ചയായി. നാട്ടില് എല്ലാവരും പറഞ്ഞു തുടങ്ങി, പാണ്ഡു കാട്ടിൽ വെച്ച് മരിച്ചു. പാണ്ഡുവിന്റെ ഭാര്യയായ കുന്തി പ്രസവിച്ചിട്ടുണ്ട്. കുന്തിക്ക് 3 മക്കളുണ്ട്. മാദ്രിയുടെ 2 മക്കളുണ്ട്. അവർ കാട്ടിൽ അനാഥരെ പോലെ കഴിയുകയാണ്. ഇത് ന്യായമല്ല. കാരണം പാണ്ഡു ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജാവാണ്. ഈ ഹസ്തിനപുര സാമ്രാജ്യത്തിന്റെ പ്രശസ്തി ലോകം മുഴുവൻ എത്തിച്ചതും ഈ സാമ്രാജ്യം വിപുലമാക്കിയതും ആ പാണ്ഡു എന്ന രാജാവാണ്. അദ്ദേഹത്തിന്റെ മക്കൾ ഇവിടെ രാജകുമാരന്മാരായി വളരേണ്ടവരാണ് എന്ന് ജനങ്ങളുടെയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ബ്രാഹ്മണരുടെയും ഋഷിതുല്യരായിട്ടുള്ള ആളുകളുടെയും ഒക്കെ അഭിപ്രായം പ്രബലമായി വന്നു. അതുപോലെ കാട്ടിലുള്ളതായിട്ടുള്ള ഋഷിമാരും മുനിമാരും ബ്രാഹ്മണരും ഒക്കെ കുന്തി ദേവിയോടും പറഞ്ഞു, ഇത് ഇവിടെ വളരേണ്ട കുട്ടികളല്ല, ഇവര് രാജകുമാരന്മാരാണ്, ഇവര് സിംഹാസനത്തിന് അർഹരായിട്ടുള്ള ആളുകളാണ്, ഇവര് ഹസ്തിനപുര സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശികളാണ്, ഇവര് രാജകീയമായിട്ടുള്ള സുഖങ്ങളോടുകൂടി അവിടെ വളരേണ്ടവരാണ്. അതുകൊണ്ട് ഇവരെയും കൊണ്ട് നമുക്ക് നാട്ടിലേക്ക് ഇവിടെ കൊട്ടാരത്തിലേക്ക് പോകണം എന്നെല്ലാവരുടെയും നിർബന്ധം കൊണ്ടാണ് കുന്തി ദേവി കുട്ടികളെയും കൊണ്ട് ഇവിടേക്ക് വരുന്നത്, കൊട്ടാരത്തിലേക്ക് വരുന്നത്. അപ്പൊ ബ്രാഹ്മണരും നാട്ടുകാരും എല്ലാവരുടെയും പരിപൂർണ പിന്തുണ ഈ 5 കുട്ടികൾക്കും അതുപോലെ കുന്തി ദേവിക്കും ഉണ്ടായിരുന്നു. ഇവര് കൊട്ടാരത്തിലേക്ക് വന്നതായിട്ടുള്ള സമയത്ത് ഇവിടെ ദുര്യോധനൻ കൊച്ചുകുട്ടി വളർന്നു വന്നിട്ടുണ്ട്. 6-7 വയസ്സ് പ്രായമാണ് ആ സമയത്ത്. ആ പ്രായത്തിൽ തന്നെ ദുര്യോധനൻ സാമർഥ്യം കാണിക്കാൻ തുടങ്ങിയിരുന്നു തന്റെ അച്ഛനോട്. അപ്പോഴേക്കും നമ്മുടെ പാണ്ഡു മരിച്ചു എന്ന് കേട്ടപ്പോ ഈ സിംഹാസനം പൂർണ്ണമായി കൈയടക്കി ഈ കണ്ണുപൊട്ടനായിട്ടുള്ള ധൃതരാഷ്ട്ര. അങ്ങനെ ചിരകാലമായിട്ടിപ്പോ വർഷങ്ങളായിട്ട് ധൃതരാഷ്ട്രനാണ് രാജാവായി തീർന്നത്. ആകസ്മികമായ ഒരു സംഭവമായിരുന്നു.
ആ സമയത്ത് ഭീഷ്മർ വേണ്ട പോലെ ഇടപെട്ടില്ല. പാണ്ഡു മരിച്ചാൽ പിന്നെ അടുത്തത് രാജ്യം ഭരിക്കാൻ അർഹനായിട്ടുള്ള ഒരാള് വിതുരനാണ്. ആ വിതുരനെ സിംഹാസനത്തിൽ ഇരുത്തി രാജാവാക്കി വാഴിക്കാൻ അധികാരമുള്ള ആളായിരുന്നു ഭീഷ്മർ. അദ്ദേഹം അത് ചെയ്യാമായിരുന്നു. പക്ഷേ നാട്ടുകാരും അദ്ദേഹവും ഒരുപോലെ വിതുരനെ ദാസീപുത്രൻ എന്ന് വിളിച്ച് അകറ്റി നിർത്തുകയാണ് ഉണ്ടായത് സിംഹാസനത്തിൽ നിന്ന്. ഒരു ദാസീപുത്രൻ രാജാവായാലും ഒരു ദോഷവുമില്ല. എന്നാൽ അതിനേക്കാൾ ദോഷമാണ് ഒരു അന്ധൻ രാജാവാകുന്നത്. കണ്ണു കാണാത്ത ഈ ധൃതരാഷ്ട്രൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത്, രാജാവാകുന്നത്, ഒരു ദാസീപുത്രൻ രാജാവാകുന്നതിനേക്കാൾ എത്രയോ നീചമായിട്ടൊരു കർമ്മമാണ്. അപ്പൊ അവിടെ വേണ്ട രീതിയിൽ അഭിപ്രായം പറയാതെ ഇടപെടാതെ ധൃതരാഷ്ട്രര് ഭരണം പിടിച്ചെടുത്തപ്പോ അതിന് അനുകൂലമായി നിൽക്കുകയാണ് നമ്മുടെ കാരണവരായിട്ടുള്ള പിതാമഹനായിട്ടുള്ള ഭീഷ്മർ ചെയ്തത്. അങ്ങനെ രാജാവായി തീർന്ന ധൃതരാഷ്ട്രന്റെ പുത്രനായി വളരുന്ന ദുര്യോധനാദികൾ അവരുടെ അവകാശമാക്കി മാറ്റി ഈ സിംഹാസനം. അപ്പൊ ഇനി ഭാവിയില് അച്ഛന്റെ കാലശേഷം അല്ലെങ്കിൽ അച്ഛന് പ്രായമാകുമ്പോൾ താനാണ് യുവരാജാവാകാൻ ഉള്ളതും താനാണ് സിംഹാസനത്തിൽ ഇരിക്കേണ്ടതും എന്നുള്ളതായിട്ടൊരു വിചാരം ദുര്യോധനനിൽ കടന്നുകൂടി ചെറുപ്രായത്തിൽ തന്നെ. അങ്ങനെ രാജകീയ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്ന അദ്ദേഹം ഈ വേണ്ടാത്ത കമന്റൊന്നും നിന്റെ ഇടയിൽ കൂടെ ഇടരുത് വിജീഷേ. അപ്പോ സിംഹാസനത്തിലുള്ളതായിട്ടുള്ള താല്പര്യം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ദുര്യോധനന് വന്നു ചേരുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പാണ്ഡുവിന്റെ പുത്രന്മാരായ യുധിഷ്ഠിരൻ, ഭീമൻ മുതലായവർ നാട്ടിലേക്ക് വരുന്നതിൽ ഒട്ടും അനുകൂലമായിരുന്നില്ല, താല്പര്യമുണ്ടായിരുന്നില്ല. ഈ കൊച്ചു കുട്ടികളായിരുന്ന കൗരവർക്ക് തന്നെ, അതുപോലെ ധൃതരാഷ്ട്രർക്കും. അതുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. ഈ കുന്തിയെയും 5 മക്കളെയും കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കാനും പാണ്ഡുവിന്റെ വധുവായി, പാണ്ഡുവിന്റെ മക്കളായി ഇവരെ സ്വീകരിച്ച് അവർ രാജകുമാരന്മാരായി വളരാൻ അനുവദിക്കുന്നതിൽ വളരെ വൈഷമ്യമുണ്ടായിരുന്നു ധൃതരാഷ്ട്രക്ക്. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ആ സമയത്ത് നടക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ വിതുരനാണ് വളരെ ശക്തമായി ഈ പാണ്ഡവന്മാർക്ക് വേണ്ടി വാദിക്കുന്നത്. ഈ പാണ്ഡുവിന്റെ പുത്രന്മാർ ഇവിടെ വളരേണ്ടവരാണ്, അവര് രാജകുമാരന്മാരായി എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് രാജകീയമായി വളരേണ്ടവരാണ്, അവർ പാണ്ഡുവിന്റെ തന്നെ പുത്രന്മാരാണ് എന്നുള്ള കാര്യത്തില് വിതുരനാണ് നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവരെ കൊണ്ടുവരണം എന്ന് വാശി പിടിച്ചത്. ഈ സന്ദർഭത്തിലും ആദ്യം ഒരു നിഷ്പക്ഷം പോലെ നിന്നിരുന്ന ഭീഷ്മർക്ക് പിന്നെ നിവൃത്തിയില്ലാതായി. കാരണം പ്രജകള്, അതുപോലെ ബ്രാഹ്മണര്, ഋഷീശ്വരന്മാര് എല്ലാവരും ശക്തമായി വാദിക്കാൻ തുടങ്ങി. ഈ പാണ്ഡവന്മാരെ ഇവിടെ സ്വീകരിക്കണം, പാണ്ഡവന്മാർ ഇവിടെ വളരേണ്ടവരാണ്, അവരെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല, അവരിവിടുത്തെ കുട്ടികളാണ്, അവരിവിടുത്തെ സിംഹാസനത്തിന് അവകാശികളാണ് എന്ന് ജനങ്ങളുടെ അഭിപ്രായം രൂപപ്പെട്ടു. വളരെ ശക്തമായിട്ടുള്ള മുദ്രാവാക്യം വിളികൾ തുടങ്ങിയെന്നാണ്. അന്നത്തെ കാലത്തുള്ള രീതിയിൽ ജനങ്ങൾ കൊട്ടാരത്തിന് പുറത്ത് ബഹളം വെക്കാൻ തുടങ്ങി, ജനരോഷം ഇരമ്പാൻ തുടങ്ങിയെന്ന. ആ ജനരോഷം പിന്നെ രാജ്യത്തിനെതിരാവും എന്ന് തോന്നിയതായിട്ടുള്ള സന്ദർഭത്തിലാണ് ഭീഷ്മ പിതാമഹൻ ധൃതരാഷ്ട്രനോട് നിർബന്ധിക്കുന്നത്, ഇവരെ ഇവിടെ സ്വീകരിക്കണം, ഇവരിവിടെ വളരേണ്ടവരാണ് എന്ന് തന്റെ അഭിപ്രായം പിന്നെ വ്യക്തമാക്കുന്നത് ആ സന്ദർഭത്തിലാണ്. അപ്പൊ ജനങ്ങൾ മുഴുവൻ എതിരായി ബഹളം വെക്കാൻ തുടങ്ങിയപ്പോ, അതും ഭീഷ്മരുടെ എതിരായിട്ട് പോലും ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി. ഭീഷ്മരെ ശപിച്ചുകൊണ്ട്, ഇദ്ദേഹത്തെ വായിൽ വന്നതൊക്കെ വിളിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഈ
വൃദ്ധന്റെ അധികാര കൊതിയാണ്, ഭീഷ്മൻ എന്ന പിതാമഹന്റെ അധികാര കൊതിയാണ് ഈ കുട്ടികളെ എവിടേക്ക് കയറ്റാത്തത് എന്ന് പറഞ്ഞ ഭീഷ്മരെ പോലും ആളുകൾ ചീത്ത വിളിച്ചു തുടങ്ങി എന്നുള്ളൊരു ഘട്ടം വന്നു. അപ്പോഴാണ് ഭീഷ്മര് തന്റെ അഭിപ്രായം മാറ്റി ധൃതരാഷ്ട്രനോട് നിർബന്ധമായിട്ടും ഈ കുട്ടികളെ സ്വീകരിക്കാനായിട്ട് പറയുന്നത്. അങ്ങനെയാണ് പാണ്ഡവന്മാര് ഹസ്തിനപുരത്തിൽ വന്നു ചേരുന്നത്. 5 കുട്ടികളും മറ്റ് 100 കുട്ടികളോടൊപ്പം 101 കുട്ടികളോടൊപ്പം സഹോദരന്മാരായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുങ്ങുകയാണ്. പക്ഷേ നമ്മുടെ ദുര്യോധനനും സഹോദരന്മാർക്കും എപ്പോഴും ഈ പാണ്ഡവന്മാരെ ഒരു ശത്രുതാ ബുദ്ധിയോടുകൂടിയേ അവർ കണ്ടിട്ടുള്ളൂ, അങ്ങനെ കാണുന്നുള്ളൂ. ഒരു മത്സരത്തോടു കൂടി തന്നെയാണ് കുട്ടിക്കാലം തൊട്ടേ അവർ ശീലിച്ചത്. അപ്പൊ എപ്പോഴും ഇവരെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുക, കുറ്റപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പെരുമാറിയതായിട്ടുള്ള സന്ദർഭത്തില് ശക്തനായിട്ടുള്ള ഭീമൻ അപ്പ പ്രതികരിക്കും. മറ്റുള്ള പാണ്ഡവന്മാരൊക്കെ കുന്തിയുടെ നല്ല ഉപദേശങ്ങൾ അനുസരിച്ച് ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെയും അദ്ദേഹത്തിന്റെ ആ ഒരു ക്ഷമയും സഹിഷ്ണുതയും അനുജന്മാരെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ഒരു സാമർഥ്യമൊക്കെ കൊണ്ട് മറ്റനുജന്മാരൊക്കെ യുധിഷ്ഠിരൻ പറഞ്ഞത് കേട്ട് ഒതുങ്ങി ഒരു തരത്തിലുള്ളതായിട്ടുള്ള ബഹളങ്ങളും ഉണ്ടാക്കാതെ ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ കഴിഞ്ഞുകൂടുമ്പോഴും നമ്മുടെ ഭീമസേനൻ തന്റെ ശക്തി, തന്റെ കായിക ബലം, തന്റെ പൗരുഷം അത് അടക്കാൻ തയ്യാറായില്ല. സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ദുര്യോധനനെ തിരിച്ചും പരിഹസിക്കാനും ആക്രമിക്കാനും ഉപദ്രവിക്കാനും ദേഹോപദ്രവം ചെയ്യാനും ഒക്കെ തുടങ്ങി. കാരണം കായിക ബലമുണ്ട്. അപ്പൊ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവങ്ങൾ ഇങ്ങോട്ടും തുടങ്ങി. അപ്പൊ കൂടുതൽ ശത്രുവായി മാറി ഭീമൻ ദുര്യോധനന്റെ. അങ്ങനെ ഭീമനും ദുര്യോധനനും തമ്മില് അപ്പപ്പോ കലഹങ്ങൾ ഉണ്ടാവുക പതിവായി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഭീമനെ വധിക്കാനായിക്കൊണ്ട് ദുര്യോധനൻ പല പ്ലാനുകളും ചെയ്യുന്നത്. പല വഴികളും നോക്കി അവസാനം കൊട്ടാര പാചകക്കാരെ പ്രത്യേകമായി ചട്ടം കെട്ടി ഭീമസേനന് വേണ്ടി വിഷം കലർത്തിയതായിട്ടുള്ള ഭക്ഷണം പ്രത്യേകം തയ്യാറാക്കിയിട്ട് കാട്ടിൽ കളിക്കാൻ പോകുന്നതായിട്ടുള്ള സന്ദർഭത്തില് വനഭോജനം എന്നുള്ള രീതിയിൽ കാട്ടിലേക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോയി അവിടെ വെച്ച് അത് പ്രത്യേകമായിട്ട് ഭീമന് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണം. കാരണം ഭീമൻ നല്ല ഭക്ഷണപ്രിയനാണ്, നല്ലോണം കഴിക്കും. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം എന്ന പേരില് ആ കാട്ടിൽ വെച്ച് ഈ വിഷം കലർന്നതായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ മയങ്ങിയതായിട്ടുള്ള ഭീമനെ ദുര്യോധനനും കൂട്ടുകാരും കൂടി മറ്റുള്ളവരറിയാതെ കാട്ടുവള്ളികൾ കൊണ്ട് ബന്ധിച്ച് ഗംഗയിലെ ആഴമേറിയതായിട്ടുള്ള ഒരു കയത്തിൽ വലിയ പാറക്കല്ലുകളൊക്കെ ശരീരത്തിൽ കെട്ടിവെച്ച് ആ ഗംഗയിലെ കയത്തിലേക്ക് താഴ്ത്തിക്കളയുന്നതായിട്ടുള്ള ഒരു രംഗം, ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് കൗരവന്മാരുടെ ഭാഗത്ത് നിന്ന് പാണ്ഡവന്മാരെ നശിപ്പിക്കുവാനുള്ള പ്രകടമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആദ്യം ഭീമനെ വധിക്കാനായിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ ഈ വിഷം കഴിച്ച് മോഹാത്സ്യം പ്രാപിച്ച ഭീമൻ കാട്ടുവള്ളികളാൽ ബദ്ധനായി ഈ വെള്ളത്തിന്റെ അടിയിൽ ഗംഗയിലെ കയത്തിൽ മുക്കിക്കളഞ്ഞു. എല്ലാവരും കളി കഴിഞ്ഞ് തിരിച്ചുപോയി. ഭീമൻ മുമ്പേ പോയിട്ടുണ്ട് എന്ന് നുണ പറഞ്ഞു ദുര്യോധനൻ. പാണ്ഡവന്മാരെ അന്വേഷിച്ചപ്പോ ഭീമൻ എവിടെ എന്ന് ചോദിച്ചപ്പോ ഭീമൻ ജ്യേഷ്ഠൻ നേരത്തെ പോയി എന്ന് ഇവരെ കൊണ്ട് പറയിപ്പിച്ചു, കൂട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച്. അങ്ങനെ ഭീമൻ പോയി എന്ന് വിചാരിച്ച് എല്ലാവരും പോയി. കൊട്ടാരത്തിൽ പോയപ്പോ ഭീമൻ എത്തിയിട്ടില്ല. പിന്നെ അന്വേഷിച്ചപ്പോ ഭീമനെ കാണാനില്ല. ഭീമൻ എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഭീമൻ ആ വെള്ളത്തിൽ താഴ്ന്നു പോയിട്ട് നാഗലോകത്തിൽ എത്തിയെന്നും അവിടെ നാഗങ്ങളുടെ ദംശമേറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷം ഇറങ്ങിപ്പോയി എന്നും ആന്റിവെനിൻ പ്രയോഗം, അങ്ങനെ വിഷബാധയിൽ നിന്ന് മുക്തനായിട്ട് ഉണർന്നതായിട്ടുള്ള അദ്ദേഹം തന്നെ കെട്ടിയിരുന്ന വള്ളിക്കെട്ടുകളൊക്കെ പൊട്ടിച്ചു. ഈ സന്ദർഭത്തിൽ നാഗലോകത്ത് നാഗങ്ങളൊക്കെ ആശ്ചര്യത്തോടുകൂടെ, ഇവർ കടിച്ചാൽ മരിക്കുകയാണ് സാധാരണ പതിവ്, ഇതിപ്പോ ഒരാള് ഇവരുടെ കടിയേറ്റ് കൂടുതൽ ശക്തനായിട്ട് ഉണരുന്നു. അപ്പൊ ഇത് കണ്ട് ഇതാരാണെന്ന്
നാഗരാജാക്കന്മാർക്ക് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു. വായു ഭഗവാന്റെ പുത്രനാണെന്ന് അവർ മനസ്സിലാക്കി. വായു ഭഗവാനുമായിട്ട് നാഗങ്ങൾക്കുള്ളതായിട്ടുള്ള ബന്ധം, വായുഭക്ഷകന്മാരാണ് നാഗങ്ങൾ. അപ്പോൾ ആ വായു ഭഗവാനോടുള്ള അവരുടെ കടപ്പാട് ഈ ഭീമസേനന് നാഗരസം പാനം ചെയ്യാനായിക്കൊണ്ട് കൊടുത്തു. അങ്ങനെ ഈ നാഗരസം പാനം ചെയ്ത ഭീമൻ 10,000 ആനയുടെ ശക്തിയുള്ളവനായി തീരുന്നതാണ് ഒരു എന്താ പറയുക അനുഗ്രഹമായി തീരുന്നത്. അപ്പൊ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ഗംഗാ കയത്തിൽ മുക്കിയ ഭീമൻ ഇപ്പോ നാഗരസം കുടിച്ച് പൂർവാധികം ശക്തനായി തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നാഗങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി നാഗരസ പാനം ചെയ്ത് 10,000 ആനയുടെ ശക്തിയുമായി ഭീമസേനൻ തിരിച്ചു വന്നു. ഭീമസേനൻ ജ്യേഷ്ഠന്മാരോടുണ്ടായ സംഭവമൊക്കെ പറഞ്ഞു. ജ്യേഷ്ഠനായ യുധിഷ്ഠിരനോടും കുന്തിയോടും ഉണ്ടായ സംഭവം പറഞ്ഞു. പക്ഷെ വേറെ പുറത്ത് ആരോടും പറയണ്ട എന്ന് അവര് ഇവര് തമ്മിലുള്ളതായിട്ടുള്ള കൗരവ പാണ്ഡവന്മാർ തമ്മിലുള്ള വൈരം വർദ്ധിച്ചു വരണ്ട, അത് ആരും അറിയണ്ട, നാട്ടുകാരും അറിയണ്ട, നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട, എല്ലാം ഒരു യാദൃച്ഛികമായ സംഭവം പോലെ കരുതിയാൽ മതി, എന്തോ പ്രാണൻ പോയാള് ജീവിച്ചു വന്നുവല്ലോ ഭാഗ്യം എന്ന് കരുതിയാൽ മതി എന്നിങ്ങനെ അതിനെ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ് ഉണ്ടായത്. ദുര്യോധനന് എന്തെന്നില്ലാത്ത അമർഷവും നിരാശയും വർദ്ധിച്ച കോപവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. തിരിച്ചു വന്നത് കൂടുതൽ ശക്തനായിട്ടാണെന്നും കൂടി അറിഞ്ഞു. അപ്പൊ ഇനി എങ്ങനെയെങ്കിലും ഇവരെ കൊന്നേ മതിയാവൂ, ഇനി പാണ്ഡവന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നീട് ഒരു വിരുന്നൊരുക്കുന്നത്. ഒരു ശില്പിയെ കൊണ്ട് അരക്കില്ലം എന്ന് പറയുന്ന ജാദൂഗൃഹം അരക്കുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു കൊട്ടാരം പോലെ നിർമ്മിച്ച്, ഇത് പാണ്ഡവന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ചതാണ്, അവർക്കുള്ള സമ്മാനമാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ അവിടേക്ക് ഒരു യാത്ര അയപ്പിക്കുന്നു. അവിടെ ചെന്ന് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നു. ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് അരക്കുകൊണ്ടാണ്. ഉള്ളിൽ എന്താ പറയുക ഉണങ്ങിയ പുല്ലുകളും അതുപോലെയുള്ളതായിട്ടുള്ള കമ്പുകളും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് അരക്കുകൊണ്ട് മെഴുകി വളരെ മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഗൃഹമാണിത്. തീ കണ്ടാൽ മതി കത്തി തീരാനായിക്കൊണ്ട്. അപ്പൊ അതുപോലെയുള്ളതായിട്ടൊരു ഗൃഹം പണിത് പാണ്ഡവന്മാർക്ക് സമ്മാനമായിട്ട് ധൃതരാഷ്ട്രയുടെ വകയായിട്ട് കൊടുക്കുന്നത് പോലെ കൊടുപ്പിക്കുകയും അതിൽ ചെന്ന് താമസിപ്പിക്കാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ മന്ത്രിയായ വിതുരൻ ഇതെല്ലാം രഹസ്യമായി അറിയുന്നുണ്ട്. ആ വിതുരൻ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടതായിട്ടുള്ള മാർഗം ആ ശില്പിയെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടതായിട്ടുള്ള രക്ഷപ്പെടാനുള്ളതായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. പാണ്ഡവന്മാരോട് രഹസ്യമായിട്ട് കുന്തിയോടും പാണ്ഡവന്മാരോടും രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്ത് ഏർപ്പാടാക്കിയിട്ടാണ് വിതുരൻ ഇവരെ അയക്കുന്നത്, യാത്ര അയക്കുന്നത്. അങ്ങനെ വിതുരന്റെ ആ ഒരു അറിവോടുകൂടെ, വിതുരന്റെ സാമർഥ്യത്തോടുകൂടെ ഇവര് വളരെ ജാഗ്രതയോടുകൂടിയിട്ടാണ് ഈ ജാദുഗൃഹത്തിൽ അല്ലെങ്കിൽ ഈ അരക്കില്ലത്തിൽ ചെന്ന് താമസിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആ നിർമ്മിതിയെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട്, പക്ഷെ എപ്പോ വേണമെങ്കിൽ ഇതിന് തീ കൊടുക്കുന്ന സന്ദർഭം ഉണ്ടാവും, ഇതിൽ തങ്ങൾ വെന്ത് ചാവുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ ജാഗ്രതയോടുകൂടി ഇരുന്നു. അന്ന് രാത്രി തന്നെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഏർപ്പാടും ചെയ്തിരുന്നു. ഒരു ഗുഹാദ്വാരം വഴിക്ക് പുറത്തേക്ക് ദൂരേക്ക് കാട്ടിലേക്ക് പോകാനുള്ള വഴി ഒരുക്കിയിരുന്നു. ആ രഹസ്യ പാതയിലൂടെ അവർക്ക് പോകാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. ഈ സന്ദർഭത്തിലാണ് അവിടെ ഒരു ഭിക്ഷക്കാരിയെ പോലെ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയും അവരുടെ അവശരായിട്ടൊരു 5 ദരിദ്രരായിട്ടുള്ള പുത്രന്മാരും ഇവരോട് വന്ന് അഭയം ചോദിച്ച് ആ ജാദുഗൃഹത്തിലേക്ക് വരുന്നത്. അവരെ ഈ അരക്കില്ലത്തിൽ താമസിപ്പിച്ച് പാണ്ഡവന്മാരും കുന്തിയും രഹസ്യ വഴിയിലൂടെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. ഇത് നിർമ്മിച്ച ഇതിന്റെ നിർമ്മാതാവ് ശില്പി അടക്കം ഇതിനകത്ത് തീപ്പെട്ട് മരിക്കുന്ന അവസരമാണ് ഉണ്ടാകുന്നത്.
അപ്പൊ ഈ 5 പേരുടെ മൃതദേഹം, 5 പുരുഷന്മാരുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹം നാട്ടുകാർക്ക് കിട്ടി. അല്ലെങ്കിൽ ധൃതരാഷ്ട്രം കൗരവന്മാരും കണ്ടെത്തുന്നു. അപ്പൊ പാണ്ഡവന്മാർ മരിച്ചു എന്ന് കരുതി അവർ വിഷമം അഭിനയിക്കുന്നുണ്ട് നന്നായിട്ട്. പാണ്ഡവന്മാർ അരക്കില്ലത്തിൽപ്പെട്ട് മരിച്ചു, കുന്തിയും മരിച്ചു എന്ന് പറഞ്ഞ അതിന്റെ ദുഃഖാചരണവും അതിന്റെ എന്താ പറയുക അഭിനയവും ഒക്കെ ഭംഗിയായിട്ടുള്ള കൗരവന്മാർ നടത്തുന്നുണ്ട്, ധൃതരാഷ്ട്രം നടത്തുന്നുണ്ട്. വിതുരന് മാത്രം രഹസ്യം അറിയാം. പക്ഷെ വിതുരന് ഇതിലൊന്നും അപ്പോ പ്രകടമായിട്ടത് പുറത്തേക്ക് കാണിക്കുന്നില്ല. വിതുരൻ ഭീഷ്മ പിതാമഹനോട് മാത്രം രഹസ്യമായിട്ട് കാര്യം പറയുന്നുണ്ട്. പാണ്ഡവന്മാർ മരിച്ചിട്ടില്ല, അവര് രക്ഷപ്പെട്ടിട്ടുണ്ട്, അവരെവിടെയോ അദൃശ്യരായി അജ്ഞാതവാസം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ പിതാമഹന് മാത്രം വിതുരൻ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ബാക്കി ആരും അറിയുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നത് പാണ്ഡവന്മാർ മരിച്ചു എന്നാണ്. ഈ സന്ദർഭത്തിലാണ് പാണ്ഡവന്മാര് രക്ഷപ്പെട്ട് കാട്ടിലൂടെ നടന്ന് ഏകചക്ര എന്നതായിട്ടുള്ള ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഹിഡിംബൻ എന്നതായുള്ളൊരു അസുരൻ രാക്ഷസനെ ഭീമസേനൻ വധിക്കുന്നതും ആ ഹിഡിംബന്റെ സഹോദരിയായ ഹിഡിംബി ഭീമസേനനിൽ ആകൃഷ്ടയാവുകയും ഭീമസേനനിൽ നിന്ന് ഗർഭം ധരിക്കുന്നതായിട്ട് സന്ദർഭമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവിടെയാണ് ഗഡോൽഗജൻ എന്ന പുത്രൻ ഭീമസേനന് ഈ ഹിഡിംബിയിൽ ഉണ്ടാകുന്നത്. ആവശ്യമുള്ളപ്പോ സ്മരിക്കുമ്പോ വന്നോളാം എന്ന് പറഞ്ഞ് ആ ഗഡോൽഗജൻ എന്ന പുത്രൻ അന്തർദാനം ചെയ്യുന്നുണ്ട്. ആ ഹിഡിംബിയും എപ്പോ വേണമെങ്കിൽ സ്മരിച്ചോളൂ, ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ ഹിഡിംബിയും പുത്രനും അകന്നു പോകുന്നു. ഇവരുടെ യാത്ര ഏകചക്ര എന്നൊരു ഗ്രാമത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ആ ഏകചക്ര ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ താമസിക്കുന്ന കാലത്താണ് അതിഥികളായി അവിടെ ചെന്ന് അഭയാർത്ഥികളായി താമസിക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിലുള്ള ആളുകളെ മുഴുവൻ ഭഗൻ എന്ന് പറയുന്ന ഒരു അസുരൻ, ഒരു ശക്തനായിട്ടുള്ള ഒരു രാക്ഷസൻ ഓരോരുത്തരെയായി വരിവരിയായി ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടൊരു കാലമായിരുന്നു. അപ്പൊ ഇന്ന ദിവസങ്ങളിൽ ഇന്ന ഗൃഹങ്ങളിൽ നിന്ന് ഭക്ഷണവും കൊണ്ട് ആളുകൾ പോകണം. ആ കൊണ്ടുപോകുന്ന ആളെ അടക്കം കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ കാളയോ കുതിരയോ എന്തിനാ കെട്ടിയിട്ട് പോണെന്ന് വെച്ചാൽ അതടക്കം ഭഗന്റെ ഭക്ഷണമായിരുന്നു. അപ്പൊ അന്നത്തെ ഒരു ദിവസം ഇവർ താമസിച്ചിരുന്ന ആതിഥേയരുടെ ഊഴമായിരുന്നു. അവിടെ നിന്നുള്ള കുട്ടി, ആകെ കൂടി ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, ആ കുട്ടി പോകേണ്ടതായിട്ടുള്ള അവസരമായി. അപ്പൊ അവരുടെ ആ കുടുംബത്തിന്റെ ദുഃഖം അതറിഞ്ഞ്, ഈ കാരണം അറിഞ്ഞ് ഇങ്ങനൊരു ബലി കൊടുക്കുകയാണ് ഈ കുട്ടിയെ എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള കുന്തി ദേവി അതിന് പോംവഴി നിർദ്ദേശിക്കുന്നു. തന്റെ ശക്തനായിട്ടുള്ള പുത്രനെ ഭീമസേനനെ ആ ദൗത്യം ഏൽപ്പിക്കുന്നു. കാരണം കുന്തി ദേവിക്ക് ഭീമസേനനിൽ പരിപൂർണ വിശ്വാസമുണ്ട്. കാരണം വായുപുത്രനാണ്. കൂടാതെ 10,000 ആനയുടെ ശക്തിയും ആർജിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭീമസേനന് തന്റെ കൈക്കരുത്ത് എന്താ പറയാ കൈത്തരിപ്പ് മാറ്റാനുള്ളതായിട്ടൊരു അവസരം കൂടിയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തെ കുന്തി ദേവി തന്റെ പുത്രനെ ഭീമസേനനെ ഈ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഈ ഭഗന് ഭക്ഷണം കൊണ്ടു കൊടുക്കാനുള്ളതായിട്ടുള്ള ആ വണ്ടിയുടെ കാളവണ്ടി ഓടിക്കാൻ സാരഥ്യം എന്ന് വേണമെങ്കിൽ പറയാം, ആ ദൗത്യം വണ്ടിക്കാരനായിട്ട് ഭീമസേനനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഭീമസേനൻ ഈ ഭഗന് ഉള്ളതായിട്ടുള്ള ഭക്ഷണവും കൊണ്ടുപോകുന്നതായിട്ടുള്ള വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഭഗനെ പരിഹസിച്ച് ഭഗന് കൊണ്ടുപോയ ഭക്ഷണം മുഴുവൻ ഭഗന്റെ മുമ്പിൽ വെച്ച് സ്വയം ഉരുട്ടി കഴിക്കുകയും ഭഗനെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗം ഉണ്ടാവുകയും ആ ഭഗനുമായിട്ട് ഭീമസേനൻ മല്ലയുദ്ധത്തിൽ ആ ഭഗനെ ഭീമസേനൻ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു കഥ. അങ്ങനെ ആ ഗ്രാമത്തെ മുഴുവൻ അവര് അഭയം കൊടുത്തതിന്റെ പ്രത്യുപകാരമായിട്ട് കുന്തിദേവി ഭീമസേനനെ കൊണ്ട് വധിപ്പിച്ചു. ആ ഗ്രാമം മുഴുവൻ ആ ഭഗൻ എന്ന അസുരനിൽ നിന്ന് മോചിതരായി. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ അവര് താമസിക്കുന്ന കാലത്താണ് ഇവിടെ ദ്രുപദ ദേശത്ത് പാഞ്ചാലി സ്വയംവരം നടക്കുന്നത്. പാഞ്ചാലിയുടെ സ്വയംവരത്തെ കുറിച്ച്
നാട് മുഴുവൻ പരസ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള മത്സരങ്ങളൊക്കെ ഇന്നതാണ്. യന്ത്രത്തിൽ കറങ്ങുന്നതായുള്ള മത്സ്യത്തെ താഴെ ജലാശയത്തിൽ നോക്കിക്കൊണ്ട് അസ്ത്രമെയ്ത് വീഴ്ത്തുന്ന ആ വീരപുരുഷന് വീരശുൽക്കമായിട്ടാണ് പാഞ്ചാലിയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഭേരി മുഴക്കിക്കൊണ്ട് ദൂതന്മാരെല്ലാ ഭാഗത്തും അനൗൺസ് ചെയ്തതൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടായി. അങ്ങനെ ആ വിവരം അറിഞ്ഞ് ഈ പാഞ്ചാല ദേശത്ത് ഈ ദ്രൗപദി സ്വയംവരത്തിനായിക്കൊണ്ട് നമ്മുടെ പഞ്ചപാണ്ഡവന്മാരും പോകുന്നതാണ് കഥ. ബ്രാഹ്മണ വേഷമാണ് ഇവർ ധരിച്ചിരുന്നത്. അങ്ങനെ പ്രച്ഛന്ന വേഷരായിട്ട് പാണ്ഡവന്മാർ അവരുടെ അവരുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കാതെ, പഞ്ചപാണ്ഡവന്മാരാണെന്നുള്ളത് പുറത്ത് കാണിക്കാതെ 5 ബ്രാഹ്മണരൊന്നിച്ച് ഈ വിവാഹത്തില് ശാപ്പാട് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഭിക്ഷയ്ക്ക് പോകുന്നത് പോലെ ആ സദസ്സിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള രംഗവും, ആ പാഞ്ചാലി സ്വയംവരത്തിന്റെ മത്സരം നടക്കുന്നതായിട്ടുള്ള ആ വേദിയുടെ അടുത്ത് അവർ ചെന്നിരിക്കുന്നതും അവിടെ നടക്കുന്നതായിട്ടുള്ള മത്സരമൊക്കെ അവർ കാണുന്നതും, ഓരോ രാജകുമാരന്മാരും വിവാഹാർത്ഥികളായി വന്ന് പാഞ്ചാലിയെ കൊതിച്ചുകൊണ്ട്, പാഞ്ചാലിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വില്ല് ഞാൻ വലിച്ചു കെട്ടുന്നതും അസ്ത്രം തൊടുക്കുന്നതും ലക്ഷ്യം ഭേദിക്കാൻ കഴിയാതെ പരാജയപ്പെടുന്നതുമായിട്ടുള്ള ആ സന്ദർഭത്തിൽ എല്ലാവരും പരാജയപ്പെട്ടു. നമ്മുടെ ദുര്യോധനനും കർണനും അടക്കം അവിടെ വന്നിരുന്നു. കർണനും ഒരു കൈ നോക്കി, കർണൻ അതിനുവേണ്ടി ഒരുമ്പെട്ടതായിട്ടുള്ള സമയത്ത് ദ്രൗപദി തന്നെ കർണനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതൊരു കർണന് അവമാനമായി മാറി. അതിന്റെ ഒരു പ്രതികാരം കൂടി കർണന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ദ്രൗപദിയെ അവമാനിക്കുന്ന ഘട്ടത്തിൽ കർണൻ വളരെയധികം താല്പര്യപൂർവം ദ്രൗപദിയെ പരിഹസിച്ച സന്ദർഭമുണ്ട്. അപ്പൊ ഈ സഭയിൽ വെച്ച് കർണനെ അവമാനിച്ചു. ഇയാളുടെ കുലമേതാണെന്ന് ചോദിച്ചുകൊണ്ട്, ഇവിടെ ക്ഷത്രിയന്മാർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, സൂതപുത്രന്മാർക്ക് ഇവിടെ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂതപുത്ര എന്ന് വിളിച്ചുകൊണ്ട് ഈ കർണനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവമാനിതനായ കർണൻ വില്ല് താഴെ വെച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ മടങ്ങുന്നുണ്ട്. ദുര്യോധനനും ഒരു കൈ നോക്കി പരാജയപ്പെടുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് എല്ലാവരും പരാജയപ്പെട്ടിടത്ത് ആ സദസ്സില് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനും എത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. പാഞ്ചാലിയെ ഒരു സഹോദരീ തുല്യയായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിവാഹവേളയിൽ പങ്കെടുക്കാനായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും എത്തിയിരുന്നു. അപ്പൊ ഈ സദസ്സിൽ വെച്ചാണ് ഈ ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ള 5 പേരിൽ ഒരാള് എഴുന്നേറ്റ്, മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ, വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ എഴുന്നേറ്റ് തനിക്കും ഇതിൽ പങ്കെടുക്കാവോ എന്ന് തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും, ബാക്കി രാജകുമാരന്മാരൊക്കെ പരിഹസിച്ചപ്പോഴും ക്ഷത്രിയന്മാരെല്ലാം പരാജയപ്പെട്ടെടുത്ത് ഈ ബ്രാഹ്മണർക്ക് ആണോ ഇത് ചെയ്യാൻ കഴിയുക എന്നൊക്കെ ഉണ്ടായ സന്ദർഭത്തില് പല പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും അതുപോലെ ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ അതിന് അനുകൂലമായിട്ട്, ക്ഷത്രിയന്മാർ പരാജയപ്പെട്ടെടുത്ത് ബ്രാഹ്മണർക്ക് സാധിക്കുമെങ്കിൽ നോക്കിക്കോട്ടെ, അതിന് വിരോധമില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും സമ്മതിച്ചതും, അങ്ങനെ ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ ആ വില്ല് ഞാൻ വലിച്ചു കൊലച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിലെ മത്സ്യത്തെ നിഴലിൽ നോക്കിക്കൊണ്ട്, വെള്ളത്തിലെ നിഴലിൽ നോക്കിക്കൊണ്ട് ആ മത്സ്യത്തെ വീഴ്ത്തുകയും ലക്ഷ്യം ഭേദിച്ച് വാഗ്ദാന പ്രകാരം ഈ പാഞ്ചാലി തനിക്ക് ഭാര്യയായി തീരണം എന്നുള്ള അവകാശം ഉന്നയിക്കുകയും അത് പ്രകാരം പാഞ്ചാലിയെ ദ്രുപദ രാജാവ് ഈ മനസ്സോടെയാണെങ്കിലും ഈ ബ്രാഹ്മണന് കൊടുത്തു. കാരണം അദ്ദേഹത്തിന്റെ ശക്തി, വീരം പ്രകടിപ്പിച്ചു, വാഗ്ദാനം നിറവേറ്റിയേ പറ്റൂ, അത് പ്രകാരം കൊടുത്തു. അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ഈ ബ്രാഹ്മണരെന്ന്. പ്രച്ഛന്ന വേഷധാരികളാണ്. അതുപോലെ പാഞ്ചാലി സഹോദരനായ ദൃഷ്ടദ്യുമ്നനും ഇങ്ങനൊരു ബ്രാഹ്മണന് കൊടുത്തതിൽ വിഷമമുണ്ട്. അപ്പൊ അവരെ അന്വേഷിക്കുന്നുണ്ട്, എന്താണ് സംഭവം, ആരാണ് ഇവര്,
ഇവരെവിടേക്കാ പാഞ്ചാലിയും കൊണ്ട് പോകുന്നത്, ഇതൊക്കെ രഹസ്യമായിട്ട് അന്വേഷിക്കാനായിക്കൊണ്ട് അവർ പുറകെ വരുന്നുണ്ട്. ശ്രീകൃഷ്ണനും സംഭവം മനസ്സിലായിട്ടുണ്ട്, എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. അർജുനൻ വില്ല് കൊലയ്ക്കുന്നതായുള്ള സമയത്ത് അതിന്റെ അടയാളം കൃഷ്ണൻ കാണിച്ചും കൊടുത്തു. എനിക്ക് മനസ്സിലായി എന്നുള്ളത് കണ്ണുകൊണ്ട് അനുഗ്രഹമായിട്ട് ആയിക്കോളൂ എന്ന് അനുവാദം കൊടുത്ത ഒരു രംഗമുണ്ട് അവിടെ. മൗനമായിട്ട് കണ്ണുകൊണ്ട് മാത്രം കൃഷ്ണൻ അനുഗ്രഹിച്ച് അർജുനനെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതേ കൃഷ്ണൻ തന്നെ രഹസ്യമായിട്ട് പുറകെ വരുന്നുണ്ട്. ഇവരെവിടെയാ താമസിക്കുന്നത്, ഇവരെവിടെയായിരുന്നു? കാരണം ഇവര് മരിച്ചു എന്നുള്ളതാണ് ലോകം മുഴുവൻ കേട്ടിരിക്കുന്നത്. പാണ്ഡവന്മാർ ജാതൂഗൃഹത്തിൽ അഗ്നിക്കിരയായി മരിച്ചു എന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അവരാണ് ഇവിടെ 5 പേര് ബ്രാഹ്മണ വേഷത്തിൽ വന്നിരുന്നത്. അപ്പൊ ഇവരെ പിന്തുടർന്ന് കൃഷ്ണൻ ഇവർ താമസിക്കുന്നിടത്ത് എത്തുന്നുണ്ട്. ഇവര് പാണ്ഡവന്മാരാണെന്നും കുന്തി ദേവിയും കൂടെയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഇവരെ പിന്തുടർന്ന് ഇവർ താമസിക്കുന്നിടത്ത് വന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ ദൃഷ്ടദ്യുമ്നനും ഇവരെ തിരിച്ചറിയുന്നുണ്ട്. ദൃഷ്ടദ്യുമ്നൻ രഹസ്യമായി തിരിച്ചറിഞ്ഞ് അച്ഛനോട് ചെന്ന് പറയുന്നുണ്ട്, ഇത് പാണ്ഡവന്മാരാണ്, അർജുനനാണ് ഈ മത്സരത്തിൽ ജയിച്ച് എന്റെ സഹോദരിയെ പാഞ്ചാലിയെ വിവാഹം കഴിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, പാണ്ഡവന്മാർ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്, യോഗ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു സമാധാനം ദ്രുപദ രാജാവിനും അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നനും ആ പാഞ്ചാല ദേശത്തുള്ളവർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് രാത്രി തിരിച്ച് 5 മക്കളും കുന്തിദേവിയുടെ അടുത്തേക്ക് ഗൃഹത്തിലേക്ക് എത്തുന്നതും കുന്തിദേവിയോട് പുറത്തുനിന്ന് പറയുന്ന സന്ദർഭമുണ്ടാകുന്നു, ഞങ്ങള് അമ്മയ്ക്കൊരു സമ്മാനവും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന്. എന്ത് കിട്ടിയാലും 5 പേരും ഒന്നിച്ച് പങ്കിട്ടെടുത്തോളൂ എന്ന്. എന്താണ് സമ്മാനം എന്നറിയാതെ ആ അമ്മയുടെ വായിൽ നിന്ന് അതാണ് വന്നത്. കുന്തിയുടെ വായിൽ നിന്ന് വന്നു, നിങ്ങൾ 5 പേരും പങ്കിട്ടെടുത്തോളൂ. ആ അമ്മയുടെ വാക്ക് സത്യമാക്കണം എന്നുള്ള നിർബന്ധം 5 പേർക്കുമുണ്ട്. അങ്ങനെ 5 പേരും ആ കാര്യത്തിൽ എതിരഭിപ്രായമില്ല. അപ്പൊ ഈ കൊണ്ടുവന്നതായിട്ടുള്ള അർജുനൻ സമ്മാനമായി കൊണ്ടുവന്നതായിട്ടുള്ള പാഞ്ചാലിയെ 5 പേരും പാണ്ഡവന്മാർ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയാണ്. 5 പേരുടെയും ഭാര്യയായിട്ട് പാഞ്ചാലിയെ അമ്മയുടെ വാക്കനുസരിച്ച് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. പാഞ്ചാലിക്ക് ചെറിയൊരു വൈക്ലഭ്യം ഉണ്ടായിരുന്നു. ഈ വിവരം ദ്രുപദ ദേശത്തേക്കും അറിയിക്കാനും ദ്രുപദന്റെയും സമ്മതം മേടിക്കാനും ഇവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് പ്രകാരം ദ്രുപദനെ അറിയിച്ചതായിട്ടുള്ള സന്ദർഭത്തിൽ ദ്രുപദനത് സമ്മതമായിരുന്നില്ല, ദൃഷ്ടദ്യുമ്നന് സമ്മതമായിരുന്നില്ല. അവർ യുദ്ധത്തിനുള്ളതായിട്ടുള്ള കോപ്പ് കൂട്ടുന്നുണ്ട്. പാണ്ഡവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനും പാഞ്ചാലിയെ വീണ്ടെടുക്കാനുള്ളതായിട്ട് ഒരു കോപ്പുകൂട്ടല് ദ്രുപദ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വരുന്നതും കുന്തി ദേവിയോടും ഈ 5 പേരോടും പറയുന്നത്, ഇത് നടക്കണം, ഇതിങ്ങനെയേ നടക്കാവൂ, ഇതാണ് ഈശ്വര നിശ്ചയം, നിങ്ങൾ 5 പേരും വിവാഹം കഴിക്കണം, അതിനുള്ള നിയമങ്ങൾ, അതിനുള്ള കാരണങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ പാഞ്ചാലിയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് കുന്തിദേവിയോടും മറ്റ് കൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ 5 പേരും ഭർത്താവായി തീരേണ്ടവളാണ്. അതേപോലെ കൃഷ്ണനും വ്യാസനും ദ്രുപദ ദേശത്തും ചെന്ന് സമ്മതിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത്. ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും എതിരായിരുന്നുവെങ്കിലും കൃഷ്ണനും വ്യാസനുമാണ്, അതുപോലെ മഹർഷിമാര് പലരും ഇടപെട്ടിട്ടാണ് ഇതിന്റെ പുറകിലുള്ളതായിട്ടുള്ള രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഈ പാഞ്ചാലി പൂർവജന്മത്തിൽ നളായനി എന്ന പേരിലുള്ള ഒരു കന്യകയായിരുന്നു എന്നും അവള് മഹാദേവനെ തപസ് ചെയ്ത് മഹാദേവൻ പ്രത്യക്ഷമായി എന്ത് വരം വേണമെന്ന് ചോദിച്ചതായിട്ടുള്ള സമയത്ത്
ആ നളായണി മഹാദേവനോട് ആവശ്യപ്പെട്ടത് പതിം ദേഹി പതിം ദേഹി പതിം ദേഹി പതിം ദേഹി പതിം ദേഹി എന്ന 5 പ്രാവശ്യം വരം ചോദിച്ചു എന്നും ഭർത്താവിനെ തരൂ ഭർത്താവിനെ തരൂ എന്ന് 5 പ്രാവശ്യം ചോദിച്ചു എന്നും അതിന് 5 പ്രാവശ്യം മഹാദേവൻ തദാസ്തു തദാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നും ഇവർ 5 പേരും ഈ പഞ്ചപാണ്ഡവന്മാര് പൂർവജന്മത്തിൽ 5 കാലങ്ങളിൽ ഇന്ദ്രന്മാരായിരുന്നു എന്നും അവരും ഏതൊക്കെയോ കാരണം കൊണ്ട് മനുഷ്യരായിട്ട് ജനിക്കേണ്ടതുണ്ട്, അവര് ഈ നളായനിയുടെ ഭർത്താക്കന്മാരായി തീരേണ്ടതായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു 5 ഇന്ദ്രന്മാരായിരുന്നവരാണ്, അത്രയും പ്രഗത്ഭരായിരുന്ന ആളുകളാണ്. അപ്പൊ ഈ 5 ഇന്ദ്രന്മാരെയും ഭർത്താവാക്കേണ്ടത് ഇവളുടെ ഒരു പ്രാരബ്ധമാണ്. ഇതൊരു അലൗകികമായിട്ടുള്ള ഒരു നിയമമാണ്, ഈശ്വര നിശ്ചയമാണ്. ഇത് മാറ്റിമറിക്കാൻ പാടുള്ളതല്ല. ഇത് അങ്ങനെ തന്നെ സംഭവിക്കണം. ഇതിലൂടെ ലോകത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന്, ഇത് ലൗകിക നിയമങ്ങളിൽ പെടുന്നതല്ല, ഇതൊരു അലൗകികമായിട്ടുള്ള ഈശ്വര നിശ്ചയമാണ് എന്ന് കൃഷ്ണനും വ്യാസനും ദ്രുപദ രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ പാഞ്ചാലിയെ കൊണ്ട് 5 പേർക്കും വിവാഹം ചെയ്യിപ്പിച്ച് ദ്രുപദ രാജാവ് ഈ 5 പേർക്കും അല്ലെങ്കിൽ പാഞ്ചാലിക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ ബഹുമാനിക്കുന്ന നല്ല മംഗളകരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ വ്യാസൻ ഇടപെട്ടിട്ടാണ് ചില വ്യവസ്ഥകളൊക്കെ വയ്ക്കുന്നത്. ഓരോ വർഷവും ഒരാളുടെ കൂടെ, അതാണ് ഈ ഊഴം എന്ന് പറയുന്നത്. ആദ്യ വർഷം യുധിഷ്ഠിരനുമായിട്ട് കഴിയുമ്പോൾ യുധിഷ്ഠിരന്റെ മാത്രം പത്നിയും പതിവ്രതയുമായിരിക്കും ഈ പാഞ്ചാലി. 2ാം വർഷം ഭീമസേനനുമായിട്ട് ഉള്ള ഊഴമാണ്. അപ്പൊ ഭീമസേനന്റെ മാത്രം പത്നിയായിരിക്കും, മറ്റുള്ളവർ ഭർത്തൃ സഹോദരന്മാരായിരിക്കും. 3ാം വർഷം 3ാം ഊഴം അർജുനൻ. അപ്പൊ അർജുനന്റെ മാത്രം പത്നിയായിരിക്കും പാഞ്ചാലി, മറ്റുള്ളവർ സഹോദരന്മാരായിരിക്കും. ഈ ഓരോ വർഷവും ഇങ്ങനെ 5 പേരുടെ കൂടെ കഴിയുമ്പോൾ ഓരോരുത്തരുടെയും തനിയെ ഭാര്യയായിട്ട് ഇരിക്കാനുള്ള ആ ഒരു വരം ഈ വ്യാസൻ കൊടുക്കുകയാണ്. ഇവൾ കന്യകയായിരിക്കും എന്ന് വെച്ചാൽ ഇവളുടെ യാതൊരു ചാരിത്രത്തിന് യാതൊരു ദൂഷ്യവും ഉണ്ടാവാതിരിക്കും. മാത്രമല്ല അതിന് ചില വ്യവസ്ഥകളൊക്കെ വെച്ചു. ഒരാളുടെ കൂടെ കഴിയുമ്പോൾ അവരുടെ അന്തഃപുരത്തിൽ മറ്റൊരാൾ പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഇപ്പൊ യുധിഷ്ഠിരന്റെ ഭാര്യയായിരിക്കണം പാഞ്ചാലി എങ്കിൽ ആ കാലഘട്ടത്തിൽ ഭീമനോ അർജുനനോ നകുല സഹദേവന്മാരോ ഇവരുടെ അന്തഃപുരത്തിലേക്ക് സ്വതന്ത്രമായി പ്രവേശിക്കാൻ പാടുള്ളതല്ല. ജ്യേഷ്ഠനും ജ്യേഷ്ഠപത്നിയും ആണ് അവിടെ. അപ്പൊ അവരുടെ സ്വകാര്യതയിലേക്ക് ഇവരെത്തി നോക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഇവർ ഓരോരുത്തരുടെ കൂടെയും കഴിയുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ മറ്റുള്ളവർ അന്തഃപുരത്തിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ അഥവാ പ്രവേശിക്കുകയാണെങ്കിൽ 1 വർഷം തീർത്ഥാടനം ചെയ്യണം ആ പ്രവേശിച്ച ആള്, അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണം. ഇങ്ങനെയൊക്കെ ചില വ്യവസ്ഥകൾ വെച്ചു. അങ്ങനെയൊക്കെയാണ് ഈ വിവാഹം നിശ്ചയിക്കപ്പെടുന്നത്. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വ്യവസ്ഥ എന്ന് എല്ലാവരെയും കൊണ്ടും സമ്മതിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ ഊഴമിട്ടിട്ടുള്ള പരിപാടി. അതിന്റെ പേരിലാണ് നമ്മുടെ ഭീമനെ 2ാം ഊഴം എന്ന പേരിൽ നമ്മുടെ കേരളത്തില് പ്രശസ്തമായിട്ടുള്ള നോവൽ ഉണ്ടായത്. ഊഴം, 1ാം ഊഴം യുധിഷ്ഠിരൻ, 2ാം ഊഴം ഭീമസേനൻ, 3ാം ഊഴക്കാരൻ അർജുനൻ, 4ാം ഊഴക്കാരൻ നകുലൻ, 5ാം ഊഴക്കാരൻ സഹദേവൻ. അപ്പൊ അതിൽ 2ാം ഊഴക്കാരനായ ഭീമന്റെ എന്തൊക്കെയോ ഭാവന വൈചിത്ര്യങ്ങളെയാണ് MT വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് അവതരിപ്പിച്ചത്. അതാണ് 2ാം ഊഴം കഥ, കൽപ്പിത കഥ. അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് രചിച്ചതായിട്ടുള്ള കഥ. അദ്ദേഹം ചന്തുവിനെ ശ്രേഷ്ഠനാക്കിയ ആളാണല്ലോ. ഉദയനനെ കള്ളനും ചന്തുവിനെ ശ്രേഷ്ഠനുമാക്കിയ നമ്മൾ കഥ സിനിമാ രൂപത്തിൽ കണ്ടതാണ് ഒരു വടക്കൻ വീരഗാഥ അല്ലെ. ആ തൂലികാ സാമർഥ്യമുള്ള ആള്
വളരെ മനോഹരമായിട്ട് കിട്ടിയ സന്ദർഭങ്ങളുടെ പഴുതിലൂടെ ഭീമന്റെ മനസ്സ് വായിച്ചെടുത്തതുപോലെ അദ്ദേഹം സ്വയം വ്യാഖ്യാനിച്ചെഴുതിയ കൃതിയാണ് രണ്ടാം ഊഴം. അപ്പൊ ഇങ്ങനെ ഊഴത്തിൽ 5 പേര് ക്രമത്തിൽ ദ്രൗപദിയുടെ ഭർത്താക്കന്മാരായി ഒരു വ്യവസ്ഥ ഉണ്ടായി. അങ്ങനെ ഇവര് ദ്രുപദനാൽ അംഗീകരിക്കപ്പെട്ടു. ദ്രുപദ രാജ്യത്ത് താമസമാക്കുകയാണ്. പാണ്ഡവന്മാരിവിടെ ദ്രുപദന്റെ കൊട്ടാരത്തിൽ കുറച്ചു കാലം അതിഥികളായിട്ട് താമസിക്കുന്നു. പിന്നീട് ദ്രുപദനാണ് ദൂത് വിടുന്നത് ഹസ്തിനപുരത്തിലേക്ക്. പാണ്ഡവന്മാർ എവിടെയുണ്ട്, അവരവിടുത്തെ അവകാശികളാണ്, അവരവിടെ വരേണ്ടവരാണ്, അവിടെ താമസിക്കേണ്ടവരാണ്, അവർക്ക് അവകാശപ്പെട്ടതായിട്ട് രാജ്യം തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു ദൗത്യം ദ്രുപദന്റെ നേതൃത്വത്തിൽ നടത്തുകയും അങ്ങനെയാണ് അവരെ വീണ്ടും ഹസ്തിനപുരത്തേക്ക് ക്ഷണിക്കുന്നതും പിന്നീട് ഇവർക്ക് അർദ്ധരാജ്യം കൊടുക്കുക എന്ന വ്യാജേന ഒരു മരുഭൂമി പോലെയുള്ള ഒരു ചുടുകാട് പോലെയുള്ളതായിട്ടുള്ള കരിമ്പാറക്കെട്ടുകളും മുൾച്ചെടികളും നിറഞ്ഞ ഗാണ്ഡവ വനം എന്നതായിട്ടുള്ള ഒരു വനം പങ്കുവെച്ചു കൊടുക്കുന്നതായിട്ടുള്ള കഥ. അങ്ങനെ ഗാണ്ഡവം പങ്കിട്ട് കിട്ടിയതായിട്ടുള്ള ഈ പാണ്ഡവന്മാർ ആ ഗാണ്ഡവത്തെ പിന്നീട് ഇന്ദ്രപ്രസ്ഥമാക്കി മാറ്റുന്ന കഥയാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കഥയുണ്ട് പശ്ചാത്തലം. അതുപോലെ ഈ എന്താ പറയുക, പാണ്ഡവന്മാരുടെ വിദ്യാഭ്യാസം, ആ കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വന്നു. ഇപ്പോൾ ഒരു കഥ പറയുമ്പോൾ അതിന്റെ ക്രമത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ വേറെ ചിലത് വിട്ടുപോയി. അവരുടെ ബാല്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അവിടെ ദ്രോണാചാര്യരുടെ പങ്ക്, അതൊക്കെ നമുക്ക് നാളെ കണ്ടിട്ട് രാജസൂയ മുതലായിട്ടുള്ള യാഗങ്ങളെക്കുറിച്ച്, അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, സഭാപർവത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കാണാം. ഇന്നിപ്പോൾ സമയം വൈകി, നാളെ തുടരാം. ഇന്ന് കുറേ കാര്യങ്ങൾ ഇൻഫർമേഷനായിട്ട് തീരെ മഹാഭാരതം വായിച്ചിട്ടില്ലാത്തവരും അറിയാത്തവരുമായിട്ടുള്ളവർക്ക് വേണ്ടി ആ ഒരു ചെയിനായിട്ട് അവതരിപ്പിച്ചത് മാത്രമാണ്. നാളെ നമുക്ക് തുടർന്ന് കാണാം. എല്ലാം കൂടി കേട്ടിട്ട് വേണം നമ്മളതിനെ വിലയിരുത്താനായിട്ട്. ഓരോ സന്ദർഭങ്ങളെയും ഓരോ കാര്യങ്ങളെയും നമ്മൾ വിലയിരുത്താനായിക്കൊണ്ട്. നാളെ തുടരാം. ഹരിയോം ഹരിയോം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ രാവിലത്തെ 8 മണി ക്ലാസ് പ്രാതസ്മരണം, അത് കഴിഞ്ഞ് 11 മണിക്ക് നാളെ നാരായണീയം ആരംഭിക്കുന്നുണ്ട്. അറിയാത്തവര് അറിയുക, നാളെ നാരായണീയം പുനരാരംഭിക്കുന്നുണ്ട്. ദക്ഷയാഗം കഥ. ഹരി ഓം.